മരണ വീട്ടിൽ പോയാ തുടർച്ചയായിട്ട് കരയണ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? വിഷമം കൊണ്ട്. ഞാൻ രാത്രി സഞ്ചാരിയാ. ഞാൻ ഇന്നൊരു ആത്മാവിനെ കണ്ടുള്ള. ഞാൻ എന്തോരം ശ്മശാന ദ്വീപ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, ഞാൻ അടുത്ത മൃതദേഹത്തിൻ്റെ ഒപ്പം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരു ആത്മാവിൻ്റെ ഇത്ര ഒരാളുടെ ജീവനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് തെറിയായിട്ടുണ്ടാവില്ല. അപ്പോൾ സാർമാരുടെ അനുഭവത്തിലും അത് കേട്ടൊരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ആദ്യത്തെ ഭാര്യയുടെ കൊച്ചിൻ്റെ ആദ്യത്തെ കല്യാണത്തിലുണ്ടായ കുഞ്ഞിൻ്റെ മൃതദേഹം എടുക്കണ്ടോന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ 3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. അപ്പോഴാണ് ഭാര്യ ആത്മഹത്യ ചെയ്തത്. പത്രത്തിൽ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥ കഥ. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് നേടിയിട്ടും കാര്യമില്ല. ഈ നമുക്ക് 6 അടി മണ്ണ് നമുക്ക് അവകാശമില്ല. മരിച്ചു കഴിഞ്ഞാൽ തീവ്രവാദിയാണെങ്കിലും ക്രൂരനാണെങ്കിലും കൊലപാതകമാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹമാണ്. ആ മൃതദേഹത്തോട് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇന്ത്യൻ ആർമി വരെ ഒന്നും അനാദര പോലും കാണിക്കാറില്ല. കണ്ടോ? അപ്പുറം നെയ്യ് ഏറ്റവും കൂടുതൽ കണ്ടത് സീരിയൽ ആർട്ടിസ്റ്റ് മോനിഷയുടെ മരണത്തിലാണ്. ആത്മഹത്യയിൽ 2 പേര് ആത്മഹത്യ ചെയ്ത് പറവൂർക്കാവില്ല. ആ റൂമിലെ ഫ്ലാറ്റ് മൊത്തം നെയ്യും രക്തവും സ്രവവും കൊഴുപ്പും സ്കിന്നുമായിരുന്നു. കുഴഞ്ഞ് വീഴും. പിന്നെയും ഒരു 2-3 മണിക്കൂർ വിശ്വസിച്ച ആൾ മരണപ്പെടും. ഇങ്ങനെ മരണപ്പെടുന്നത് വീണ വീഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു മുറിഞ്ഞിട്ടുണ്ടോ? അതാണ് യക്ഷി പിടിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ പ്രമാണം ഉണ്ടാക്കിയത്. ഞാൻ പുള്ളിയുടെ അടുത്ത് നോക്കിയാൽ ചേട്ടാ ഒരു ട്രെയിൻ അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നിന്ന് പറയുക? അത് ഞാനാണ് മോനെ എന്ന് പറയുന്നത്. നമ്മൾ ചേട്ടനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഈ വശം നോക്കുമ്പോൾ ഈ വശം കയ്യില്ല, ഈ വശം കട്ടേ കിടക്കുക. ഇന്നത്തെ കാലത്ത് പെണ്ണാണെന്ന് പറഞ്ഞാൽ 100 പേര് ചോദിക്കാനുണ്ടോ? ഒരാണാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവനോ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും അവന് ചോദിക്കാനുണ്ടോ? വീട്ടിലങ്ങനെ ഇന്നവരെ അരിക്ക് പഞ്ഞം വന്നിട്ടില്ല. അരിക്ക് ഇന്നവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. ശരിക്കും ചേട്ടാന്ന് വിളിക്കുന്നതിനെക്കാളും സാറിന് വിളിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. തിങ്ക് മൊബൈൽ, തിങ്ക് ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ഈ ഒരു മൃതദേഹത്തോട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നീതിയുള്ളൊരു കാര്യം എന്തായിരിക്കും ശരിക്കും? മനുഷ്യനായിട്ട് കരുതാം. അതോ അല്ലെങ്കിലും നാൽക്കാലിയുടെ ആണെങ്കിൽ അതോ ജീവിച്ചിരുന്ന ഒരു നാൽക്കാലിയാണെന്ന് കരുതാം. മനുഷ്യനാണെങ്കിലും മനുഷ്യനായിട്ട് തന്നെ കരുതാം. അവസാനം കാര്യം ചെയ്യാൻ പറ്റുന്നത് അവൻ എത്രത്തോളം നന്നായിട്ട് ആ മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്നും യാത്രയാക്കാൻ കഴിയുമോ. ആരായിക്കോട്ടെ, മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തീവ്രവാദിയാണെങ്കിലും വല്ല ക്രൂരനാണെങ്കിലും കൊലപാതകമാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹമാണ്. ആ മൃതദേഹത്തോട് നമ്മുടെ സംസ്കാരം അനുസരിച്ച് ഇന്ത്യൻ ആർമി വരെ ഒന്നും അനാദര പോലും കാണിക്കാറില്ല. കണ്ടോ? അത് മൃതദേഹമാണ്. ജീവിച്ചിരിക്കുമ്പോൾ അവന് എത്ര ആനയിക്കും. മനുഷ്യന് അവസാന നിമിഷം ഇനി അവൻ ചെയ്യാനൊന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് അവന് പോകണം. അവന് പോലും അറിയില്ല ഇങ്ങനെ ഒരു ആത്മാവെന്ന് പറയപ്പെടുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ വാടക ശരീരം ഉപേക്ഷിച്ച് പോയി. ആ ശരീരത്തെ പൂർണ്ണമായ രീതിയിൽ ആദരോടെ ഓർമ്മ ഇവിടെ നിന്നേക്കും ഇല്ലാണ്ടാക്കാം. അത്രേ ഉള്ളൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും ജീർണിച്ച അവസ്ഥയിൽ അല്ലെങ്കിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിലൊക്കെ ശരീരങ്ങൾ കാണുമ്പോൾ എപ്പോഴെങ്കിലും അറപ്പുണ്ടായിട്ടുണ്ടോ? അയ്യോ ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. അതിന്റെ ആവശ്യമില്ല. ഇത് ചെയ്തു തുടങ്ങുന്ന ആദ്യ സമയങ്ങളിലെങ്കിലും എപ്പോഴെങ്കിലും? ഇല്ല. കാരണം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ വന്നതാണ്. ഞാൻ എന്താ എല്ലാവരും മാറി കണ്ടപ്പോൾ എന്താന്ന് പോലും ആ സമയത്ത് എനിക്കും അവിടെ വെച്ച് എനിക്ക് മരണമായിട്ടോ ദുർഗന്ധമായിട്ടോ എനിക്ക് വമ്മിച്ചില്ല. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ചെയ്തതിന് എനിക്ക് അങ്ങനെ വമ്മിച്ചുള്ള. പിന്നെ എനിക്ക് നിന്നവരങ്ങനെ തോന്നിയിട്ടില്ല. എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? ഒരു വിഷമൊക്കെ ഉണ്ടാവോ? ഇല്ല, സങ്കടപ്പെട്ടില്ല. പ്രേതഭൂത പിശാചുക്കൾ എന്ന് പറയുന്ന സംഭവങ്ങളുണ്ട്. അതൊക്കെ ഓരോരുത്തരോ വയറ്റിപ്പഴപ്പാണ്. അത് ഓരോരോ വയറ്റിപ്പഴപ്പാണ്. അത് കഥ ഉണ്ടാക്കിയ സമൂഹത്തിൻ്റെയോ ആ കാലത്തെ മറ്റെന്തോ നേട്ടത്തിൻ്റെയോ വയറ്റിപ്പഴപ്പ് മാത്രമാണ്. സിമ്പിളായിട്ട് അങ്ങനെ ചിന്തിക്കുക. ഈ വേറെ സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ മരിച്ച കൊച്ചുൾപ്പെടെ പ്രേതമായിട്ട് വന്ന് പ്രതികാരം ചെയ്താൽ മതി. മനുഷ്യൻ ഭൂമിയിൽ നിലവിലുള്ളതിനേക്കാളും 10 ഇരട്ടിയാണ് മരണപ്പെട്ടു പോയേക്കണം. എല്ലാവർക്കും ആത്മാവായിട്ട് വരാം. ഓരോരോ മനുഷ്യന്റെ മനസ്സിലെ തോന്നലും അവരവരെ ചിന്തകളുമാണ് പ്രേതത്തെ ഉൾക്കൊണ്ട് പ്രേതമായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഇപ്പം ഇവിടെ കാണിക്കാൻ പറ്റിയത് ആലുവ NAD വഴി ഒന്ന് വന്ന് നോക്കാം. നിങ്ങൾ ആലുവ HMT റോഡ് NAD വഴി ഒന്ന് വരുമ്പോൾ അവിടെ പമ്പ് ഹൗസ് എത്തുമ്പോൾ കുറച്ച് ആൽമരങ്ങൾ ഇവിടെ നിൽക്കണതാണ് സൈഡിൽ അല്ലേ? ആല്, അതുപോലെ പാല, 2-3 ആലും ബാക്കിയൊക്കെ പാലയാണ്. 2-3 ആലുള്ളൂ. ആ ഇത് കഴിഞ്ഞാൽ ആല് കഴിഞ്ഞാൽ ബാക്കി പാല. ഈ ആലിൻ്റെ അടുത്ത് പ്രത്യേകത എന്താ? നമുക്ക് പോകുമ്പോൾ നല്ല ഒരു ബ്രെയിൻ, നല്ല ശ്വാസം കിട്ടും അല്ലേ? ഈ പണ്ടേ ഈ വെളിച്ചൊക്കെ വരാനായിട്ട് മുമ്പ് ഈ വാഹന സൗകര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടാകുന്ന ഒരു കഥയുണ്ട്. പാലച്ചോട്ടിൽ യക്ഷയുണ്ട്, പാലയിൽ പ്രേതമുണ്ട്. അതിന്റെ കഥ ഇതാണ്. ഇത് യഥാർത്ഥമായ കാര്യം ഇതാണ്. പണ്ട് കാലങ്ങളിൽ കാൽനട യാത്രകള് അല്ലെങ്കിൽ മറ്റേ കാളവണ്ടി ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. യാത്രകൾ കൂടുതലും കാൽനടയായിരുന്നു. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലാണ് ആൾക്കാർ വിശ്രമിക്കാൻ സഞ്ചാരം അവസാനിച്ചിരിക്കണം. പണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കുണ്ടായ ഒരു രോഗങ്ങളിൽ ഒന്നാണ് ആസ്മ, വലിവ്, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം. കാരണം പൊടി മറ്റു അനിയമിതമായിട്ടുണ്ടായിരുന്നു.
ഇവർ ഇതൊക്കെ ഉള്ള പ്രായ ആൾക്കാർ വന്ന് വിശ്രമിക്കാൻ തിരഞ്ഞെടുക്കണത് ചിലപ്പോൾ പാലച്ചോട് പാലയുടെ ഭാഗങ്ങളൊക്കെ ഇരിക്കും. ഈ പാലക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വന്ന കാലം മുതൽ ഈ ഒടിഞ്ഞു പോണ കൊമ്പുകൾക്ക് മൂർച്ചയുണ്ടാവും. ഒടിഞ്ഞ് ഇരിക്കുന്ന കുറ്റികൾക്ക് മൂർച്ചയുള്ളതായിരിക്കും. തന്നെ ഒടിഞ്ഞ് കറക്റ്റായിട്ട് ഷേപ്പായിട്ട് മോനമായിട്ട് വന്ന ഇതാണ്ട് മരം എത്രത്തോളം ഉയർന്നു പോയാലും ഈ അടിയിൽ ചെറിയ ചെറിയ കുറ്റികൾ എന്തായാലും ഉണ്ടാവും. ഈ പാലട കുഴപ്പം എന്താ, ഭൂമിയിലുള്ള എല്ലാ ഓക്സിജനെയും വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു. അപ്പൊ പാല പൂത്ത സമയമാണെങ്കിലാ ഈ യക്ഷി വന്ന സമയം എന്നാണെന്ന് ആൾക്കാർ പറയണ. പൂത്ത സമയമാണെങ്കിൽ ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുള്ളൂ, ഓക്സിജൻ വലിച്ചെടുത്ത്. ആസ്മയൊക്കെ ഉള്ളവൻ ചിലപ്പോൾ വിശ്രമിക്കാതിരിക്കുന്നത് അവിടെ ആയിരിക്കും, ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനിരിക്കണം. ഈ 4-5 മണിക്കൂറും പ്രകൃതിദത്തമായ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ആസ്മ രോഗി വലിച്ചാൽ സ്വാഭാവികമായിട്ട് തളർച്ച, കൊഴിഞ്ഞ് വീഴും, നാടിഞ്ഞരമ്പുകളിൽ ലൂസാവും, കുഴഞ്ഞു വീഴും. പിന്നെയും ഒരു 2-3 മണിക്കൂർ ശ്വസിച്ച ആൾ മരണപ്പെടും. ഇങ്ങനെ മരണപ്പെടുന്നത് വീണ വീഴ്ചയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടോ. അതാണ് യക്ഷി പിടിച്ചെന്ന് പറഞ്ഞ ആൾക്കാർ പ്രമാണം ഉണ്ടാക്കിയത്. അതാണ് യക്ഷി എന്നതാണ് യഥാർത്ഥ യക്ഷി. ഇതാണ് ലോജിക്കലായിട്ടുള്ള ഒരു പാലയിലുള്ള യക്ഷിയുടെ ഇതാണ് പാലയിലുള്ള യക്ഷി. ആ വീണ വീഴ്ചയിൽ പരിക്കൾ പറ്റുമ്പോൾ ആൾക്കാർ അന്ന്, കാരണം കാൽനടയാണ് കൂടുതലും, വാഹനങ്ങൾ കുറവ്. ഈ വാഹനങ്ങളും വെളിച്ചു വന്നപ്പോൾ യക്ഷി പാല് പിടിച്ചിട്ട് ആരും മരിച്ചു കണ്ടിട്ടുള്ള ഉണ്ടോ? എവിടെയെങ്കിലും പാല് ചൂടാലും മരിച്ചെടുക്കണ്ടോ? ഇല്ല. കാരണം വാഹനങ്ങളായി, വാഹന സൗകര്യമായി, യാത്ര കറണ്ടായി, എല്ലാം വെട്ടോയി. ഈ ചില മരണങ്ങൾ, ദുർമരണങ്ങൾ നടന്ന വീടുകൾ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ വീണ് മരിച്ച ഇതെന്തായാലും പ്രേതമായിട്ട് വരും. അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ അവിടുത്തെ മൃതദേഹങ്ങൾ പ്രേതമായി വരും. അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ. ആ വഴി കൂടെ, അവിടെ അപകടം നടന്ന വഴി കൂടെ പോയാൽ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്നൊക്കെ, അത് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഒരു ഇതല്ലേ. എൻ്റെ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ഉദാഹരണമാണ് കാണിക്കാറുണ്ട്. അമ്മ വീടിൻ്റെ അവിടെ ഒരു കാർത്തികൻ എന്നൊരു ചേട്ടൻ മരിച്ചു. അപ്പോൾ അമ്മ വെളുപ്പാങ്കാലത്ത് മീൻ വെക്കും, അച്ഛനും പോകും. അപ്പോൾ അമ്മ ഒരു ദിവസം പോയപ്പോൾ കാർത്തികനെ കണ്ടു എന്ന് പറഞ്ഞ് പേടിച്ച്. അതെന്താ കാര്യം എന്ന് അമ്മ ഇപ്പം ഞാൻ പറഞ്ഞത്, അവർ കാരണന്മാർ വിശ്വസിക്കില്ല. നമ്മൾ ഒരാളെ കണ്ടിട്ടുണ്ട്, മരണപ്പെട്ട ഒരാളെ എൻ്റെ മുന്നിൽ കണ്ട്, എൻ്റെ പ്രകാശത്തിൽ കണ്ടില്ല, ഞാൻ അവരെ കണ്ട് വളവിൽ കണ്ടെന്ന് പറയണത് നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ തോന്നലും ചിന്തകളുമാണ്. നമ്മുടെ കൂടെ ഇത്ര നേരം ഉണ്ടായ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ന് മരണപ്പെട്ട ആളെക്കുറിച്ച് നമ്മുടെ ശരീരം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ചിന്തകളിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളെടുത്ത് സംസാരിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ തനിച്ച് നടക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ ആ കഥയുമായി ബന്ധപ്പെട്ട് 1-2 സുഹൃത്തുക്കളുടെ കൂടെ നടക്കുന്ന സമയം, ഒരു വാഴയുടെ ഒരു നിഴല് കണ്ടാൽ നമുക്ക് ആ നമ്മുടെ ഉപബോധ മനസ്സിൽ തോന്നുന്നത് നമ്മൾ ഇത്ര നേരം ചിത്രത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ചിത്രമായിട്ടാണ് ആ ഉപബോധ മനസ്സിൽ അവിടെ തോന്നുന്നത്. ആ സമയത്ത് ഏതെങ്കിലും തുരപ്പനോ മറ്റു ഉരകജീവികളോ നിലത്ത് എഴയണതോ അത് മറ്റേതെങ്കിലും ഒരു പക്ഷികൾ, രാത്രി പോകുന്ന പക്ഷികളുടെ ഒച്ചയും കേട്ടാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് അതൊരു ആത്മാവാണെന്നും ആ ആത്മാവ് നമ്മൾ കണ്ട വ്യക്തിയാണെന്നും പറഞ്ഞു ബോധ്യപ്പെടുത്തുക. എൻ്റെ അനക്കമൊന്നും കേൾക്കണം. ഭയമുള്ളവൻ ഒരു വിജനമായ പ്രദേശത്തേക്ക് കൂടി ഒറ്റയ്ക്ക് നടന്ന അവൻ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കും. എന്ത് സൗണ്ട് കേട്ടാലും തിരിഞ്ഞു നോക്കും. ഭയമാണ് അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഉപമാനത്തിൽ അടങ്ങി കിടക്കുന്ന ഭയമാണ്. മനുഷ്യത്തിൽ ഇങ്ങനെ പഞ്ചേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിങ്ങനെ. അപ്പം ആ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ്, അതിലേതോ ഒരു സമയത്താണ് നമുക്ക് ഭയം അമിതമായി വരുന്നത്. ആ ഭയത്തിൽ കാണുന്ന ചിന്തകളെ, ആ പഞ്ചേന്ദ്രങ്ങളിൽ കാണുന്ന ചിന്തകളെ നമ്മുടെ കണ്ണിൽ നമ്മളൊരു വ്യക്തിയെ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഒരാളെ കണ്ട് എന്ന് നമ്മൾ സ്വയം നമ്മുടെ തലച്ചോറിനെയോ അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയോ ഉറപ്പിക്കുകയാണ്. നമ്മൾ സ്വയം മനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട അങ്ങനൊരു സംഭവം ഇല്ല. ഉറപ്പായിട്ടും അങ്ങനൊരു സംഭവം ഇത്രയും കാലത്തിനിടെ കണ്ടിട്ടില്ല നേരിട്ട്. ചേച്ചിക്ക് വിശ്വാസം ഉണ്ടായിരുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അവിടെ ട്രെയിനൊക്കെ ഇടിച്ച് മരിക്കാറുണ്ടായിരുന്നു. ആദ്യം തോന്നിയിട്ടുണ്ട്, പക്ഷെ പിന്നീട് ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്നൊരു തോന്നൽ. ചേട്ടന്റെ കൂടെ കൂടിയതിന് ശേഷമാണ്. പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, കാണാത്ത സംഭവമില്ല. ചില ആൾക്കാർ പറയാറുണ്ടല്ലോ ഇങ്ങനെ ആത്മാവുണ്ടാവും എന്നുള്ളൊരിത്. ആത്മാവെന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തെ ജീവന് പേര് കൊടുത്തേണ്ടല്ലോ ആത്മാവെന്ന്. അതിനാണ് ആത്മാവോരത്തോടാണ്. ഞാനും ആത്മാവെന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ ശരീരം വെടിഞ്ഞു പോകുന്ന നമ്മുടെ എന്തോ ഒരു എനർജി. ഈ ശരീരം പൂർണ്ണമായും ഒന്നുമല്ലാതാവുന്ന നിമിഷത്തെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഏതൊരു പ്രകാശത്തെ നമ്മൾക്ക് മനുഷ്യൻ കണ്ടെത്താൻ സാധിക്കാത്ത ഒന്നിനാണ് ഞാൻ ആത്മാവെന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്നും ആത്മാവായിട്ട് ഇല്ല. അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ ചിന്തിക്കുക. കാരണം എത്ര കുടുംബങ്ങളുടെ മക്കള്, അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി ഒക്കെ പോയിട്ടുണ്ട്. ഇവർക്കൊക്കെ ആത്മാവായിട്ട് വന്നൂടെ? ഈ പറഞ്ഞ മക്കളെ പഠിപ്പിച്ച അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടാക്കി ഒരു നേരത്തെ അരിയെങ്കിലും വെച്ച് കൊടുക്കാനുള്ള സാധിച്ചാൽ പോരെ? ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഞാൻ നടക്കാത്ത, ഞാൻ ഇപ്പോഴാണ് ഈ ഒരു 3-4 വർഷമായിട്ടുള്ള ഇപ്പം നടത്തം കുറഞ്ഞിട്ട്. ഞാൻ രാത്രി സഞ്ചാരിയാണ്. ഞാൻ
ഇന്നും ഒരു ആത്മാവിനെ കണ്ടുള്ള ഞാൻ എന്തോരം ശ്മശാന ദ്വീപ് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടല്ലോ, ഞാൻ അടുത്ത മൃതദേഹത്തിൻ്റെ ഒപ്പം കിടന്നുറങ്ങിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ശ്മശാന ഒരു ആത്മാവിനെ വിളിച്ചു പറഞ്ഞ സാധനമാണെങ്കിൽ നമുക്ക് വിളിച്ചു വരുത്തി ചോദിക്കാറുണ്ട്, ഉണ്ടാന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഒറ്റ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാണ് സംഭവം. ആത്മാവ് തന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അവരുടെ ചിന്താഗതിയിൽ രൂപപ്പെടുന്ന ഒരു കഥകളിലെ ഒരു കഥാപാത്രം മാത്രമാണ് ആത്മാവ്. അത് എത്ര വലിയ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞാലും എത്ര വിദ്യാഭ്യാസമുള്ളവൻ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞാലും അതിനെ യാതൊരു തര യോജിക്കില്ലാത്ത, ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞാൽ യോജിക്കില്ലാത്ത കാര്യം. പിന്നെ മരണപ്പെട്ടിട്ട് തിരിച്ചു വന്ന കഥകൾ ചിലർ ചോദിക്കും എന്നല്ലേ, പക്ഷെ ആളുടെ സെൽസുകൾ മരണപ്പെട്ടുള്ള എപ്പോഴും ആൾ മരണപ്പെട്ട് ജീർണിച്ചിട്ടാണ് ഈ പറഞ്ഞ ആളെ തിരിച്ചു വരാൻ നമുക്ക് വിശ്വസിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടർ മരണം സ്ഥിരീകരിച്ച, ഇപ്പോൾ ടോമി ചേട്ടൻ ഇവിടെ ഇൻക്വസ്റ്റിന്റെ സമയത്ത് ഡോക്ടർ മരണം സ്ഥിരീകരിച്ച ഒരു കേസാണ്. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പുള്ള ഇൻക്വസ്റ്റ് നടപടികൾക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി ക്യാമറ ഒന്ന് ഉണങ്ങിയപ്പോൾ ചെറുവിരലടങ്ങാനുണ്ട്. ഡോക്ടർ മരണം സ്ഥിരീകരിച്ച ആളാണ്. ആള് ജീവനുണ്ടായിരുന്ന രക്ഷപ്പെട്ട് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അതിനുവേണ്ടി ജീവൻ രക്ഷിച്ചുകൊണ്ട് അവാർഡ് കിട്ടി. പോലീസ് ഫോട്ടോഗ്രാഫറാ, വിരലനങ്ങിയതാ. അപ്പം അതിൽ കുറെ കഥകളുണ്ടായിരുന്നു. പുള്ളി മരണപ്പെട്ട് വേറെ ലോകത്തോട് തിരിച്ചു വന്നാന്ന്. പുള്ളി മരണപ്പെട്ടു, പുള്ളിയുടെ സെൽസുകൾ മരണപ്പെട്ടുള്ള, അല്ലെങ്കിൽ പുള്ളിയുടെ ശരീരത്തിന് ജീവൻ പൂർണ്ണമായിട്ടും പോലുള്ള ഹാർട്ട് ബീറ്റ് നിലച്ചുകൊണ്ട് മരണം സംഭവിച്ചതായില്ല. ഹാർട്ട് ബീറ്റാണ് ECG പ്രകാരം അവർ മരണം സ്ഥിരീകരിച്ചത് ആള്. പക്ഷെ അതിലെന്തോ ചിലപ്പോൾ മെഷീൻ വന്ന കൃത്രിമാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മായ്സ് തുടങ്ങിയിട്ടില്ല മരിക്കില്ല എന്നാണല്ലേ, നമുക്ക് സമയമായിട്ടില്ല, അതത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ചേട്ടൻ എപ്പോഴെങ്കിലും ഇങ്ങനെ മൃതദേഹം എടുക്കുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു. ഒരു ആള് ഞരമ്പ് മുറിച്ച് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാ. ആത്മഹത്യ ചെയ്തെന്നാണ് എല്ലാവരും ധരിച്ചതാ. ചാടിയതാ. അദ്ദേഹം ഒരു രാത്രി മൊത്തം ഒഴുകി കിടക്കുക വെള്ളത്തിൽ, മൃതദേഹമായിട്ട് കമന്ന് കിടക്കുക. അതായത് മലന്നല്ല, കമന്ന് കിടക്കുക മൃതദേഹമായിട്ട്. ഒരു രാത്രി മുഴുവൻ പുഴയിൽ മുങ്ങിക്കിടന്നോ? പൊങ്ങിക്കിടന്ന് വെള്ളത്തിന്റെ മേലെ ഉപരിതലത്തിൽ. അങ്ങനെ ബാറിൽ ആൾക്കാരൊക്കെ ആരാണ്ടാണ് കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞ പോലീസിനെ കൺട്രോൾ റൂമിലേക്ക്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ നിന്ന്, അതായത് മാർത്താണ്ഡവർമ്മ പാലം, ഇപ്പോഴത്തെ പാലമല്ല, മാർത്താണ്ഡവർമ്മ പാലത്തിന്റെ അവിടെ രണ്ടാമത്തെ തൂണിന്റെ അവിടെ കിടക്കുക അടുക്ക് പുഴയിൽ. അപ്പോൾ സോയുടെ മൃതദേഹം കമന്ന് കിടക്കാണ്. അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയായിട്ട് ചെന്നിട്ട് ഇറങ്ങി. അപ്പോൾ സാറന്മാരും വന്ന് പുഴയിൽ വണ്ടിയായിട്ട് വന്ന് മൃതദേഹം എടുക്കുമ്പോൾ ചെന്ന് ഞാൻ നീന്തി ചെന്നപ്പോൾ മൃതദേഹത്തിന് പിടിച്ചപ്പോൾ കൈ നല്ല ചൂടും. അപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ആള് മരിച്ചല്ല. ഇല്ലടാ, നീ പയ്യെ കൊണ്ടാണ്, എന്തായാലും ഇന്നലെ പോലെ കിടക്കുന്നതല്ലേ, വേറെ എന്തെങ്കിലും തോന്നില്ല. ഇല്ല, നമ്മൾ സാറ് ചൂടുണ്ട്, വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ചൂടുണ്ട് സാറിന് സാറന്മാരെ മുകളിൽ അവിടെ പമ്പാണ്, ഭയങ്കര ഹൈറ്റാ, നല്ല ഹൈറ്റാ. ഒരു 4-5 സാറന്മാർ തൊട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ വലിച്ചു കൊണ്ടുവന്ന് മുകളിൽ കയറ്റിയപ്പോഴേക്കും ആള് ജീവനായിരുന്നു. വേഗം ഞാൻ അപ്പുറത്തോട് കയറി വണ്ടി എടുത്ത് സാർമാരുടെ അടുത്ത് ഒരാളടുത്ത് വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. വണ്ടി അവിടെ കിടക്കണം. വണ്ടി എടുത്ത് വന്ന് അതിന് ഞാൻ കയറി വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച്. ആളെ രക്ഷപ്പെട്ടു, ജീവൻ ഒക്കെ ആയിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. അത് ആളുടെ സമയമായിട്ടില്ല, ജീവൻ പോകാനുള്ള സമയമായിട്ടില്ല, ആണ് കാരണം. ഇദ്ദേഹമാണോ മറ്റേ പൈസ ഇല്ലാതെ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ രക്ഷിച്ച് 6000 രൂപയുടെ ബില്ല് കൊടുത്തത്? അത് അല്ല, അത് ട്രീറ്റ്മെന്റ് ചെയ്താൽ ബില്ല് കൊടുക്കണമല്ലോ. ഞാൻ ഇങ്ങനെ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹമായിരിക്കുമല്ലോ അദ്ദേഹം. അത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ പൈസ അവർ രക്ഷപ്പെടുത്തിയ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, പൈസ കൊടുക്കണം. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് കുറഞ്ഞു തരും. കാരണം 6 രൂപ പോലും ഇല്ലാണ്ട് ദാരിദ്ര്യവും പട്ടിണിയും നാളെ ബാങ്കിൽ ലോണും എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ആണ് പുള്ളി ആത്മഹത്യ ചെയ്തേക്കണം. ആളുടെ 6000 രൂപ ബില്ലുണ്ടായി കൊടുക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെ വിളിച്ച അമ്മക്കും മുത്തക്കൊക്കെ തെറിയായിരുന്നു പുള്ളി, നല്ല തെറിയായിരുന്നു പുള്ളി. അതോടെ ജീവന്റെ കാര്യം ആരാരും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഗതിയില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ. അതിന്റെ വീട് കണ്ട നമുക്ക് സഹിക്കൂല, അത്രയും ഗതി. കാരണം ഒരു ഗതിയില്ലാണ്ട് വിദ്യാഭ്യാസ ലോൺ അടക്കാണ്ട് ആത്മഹത്യ ചെയ്യാൻ പോയ ആളാ. അപ്പൊ ആളോടാണ് ജോലിയില്ല, ഒന്നുമില്ല. ആളാണ് വിളിച്ച് ഇങ്ങനെ പറയാം 6000 രൂപ കൊടുത്ത അന്നത്തെ എമൗണ്ട് 6000 രൂപ കാര്യമല്ല. അദ്ദേഹത്തെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ? പ്രാവശ്യം കണ്ടിരുന്നു. എന്നിട്ട് എന്തോ പറഞ്ഞു? അതൊക്കെ വിട്ട, അത് ഇപ്പൊ ജീവിക്കണ്ട എന്തായാലും. പിന്നെ അത് കഴിഞ്ഞപ്പോ ജീവിക്കണമെന്ന് അറിയില്ല. അതിന് ശേഷം മരണപ്പെട്ടെണ്ണ അതൊന്നും നമുക്ക് കൃത്യമായിട്ടില്ല. ചിലവർ മരണപ്പെട്ടെന്ന് പറഞ്ഞ് വീണ്ടും ആത്മഹത്യ എന്ന് പറഞ്ഞ് കേട്ടറിവ് മാത്രമേ ഉള്ളൂ, കണ്ടറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചൊന്നും പറയാനും കഴിയില്ല. ചിലവർ പറഞ്ഞ് ഇപ്പോഴും നന്നായിട്ട് ജീവിക്കണ്ടെന്ന് പറഞ്ഞു. പലരും വാക്കാനുള്ള അതെ. ആ സമയത്ത് പോയി നമ്മൾ പിന്നെ എപ്പോഴും കാണുമ്പോൾ സാർമാർ, ആ ബാച്ചിലിൻ്റെ സാർമാരെ കാണുമ്പോൾ നീ പറഞ്ഞാൽ പുള്ളിയുടെ കാര്യമില്ല. അത് അവർക്ക് ഒരു ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരു എന്താ പറയുക, ഇത്ര ഒരാളുടെ ജീവനെ രക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരാൾക്ക് തെറിയായിട്ടുണ്ടാവില്ല. അപ്പോൾ സാർമാരുടെ അനുഭവത്തിലും അത് കേട്ടൊരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് മറക്കൂല അല്ലേ, ഒരിക്കലും മറക്കൂല. നമ്മൾ ഒരാളുടെ ജീവനെ രക്ഷിച്ചു. അപ്പോൾ അതിന് കയറി അമ്മയ്ക്കാണ് തെറി പറയണം, 1-2 അല്ല തെറി. അന്നത്തെ ഫോണിലെ റെക്കോർഡൊന്നും ഇല്ലാതായി പോയി. അന്നത്തെ ഫോണല്ലാത്തണ്ടായി പോയി. പിന്നെ ആമാരെ തീരാറുണ്ടിരുന്ന ഫോൺ വഴിയാണല്ലേ കിട്ടിയത്. പുള്ളി അല്ല, പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല കയറി. ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ,
അത് ശരിക്കും ഒരു മനുഷ്യന്റെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമായിരിക്കുമല്ലോ ഇത്. ഈ ആത്മഹത്യാ കുറിപ്പുകളൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ടാവില്ല? വായിക്കും. ഞാൻ എടുത്തേണ 10-ൽ 8 ആത്മഹത്യകളിലും കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. വായിക്കും. മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു ആത്മഹത്യ. അവരെ ഭ്രാന്ത. ഞാൻ ആത്മഹത്യ അവരോട് തരാം. അതാ പറയാം. ഈ ലോകത്തെ ഏറ്റവും വലിയ ആത്മഹത്യ യോഗി ഞാനാണ്. ഞാനേ ജീവിച്ചിരിക്കുമെങ്കിൽ പിന്നെ അവർക്കെന്ത് ജീവിച്ചിരുന്നു? ഈ 2 കൈയും കാലും ഇല്ലാത്ത ഞാനൊരാളാ. അപ്പോൾ അത് ഇത്രയുള്ള കഷ്ണമായിട്ടാണ് കിട്ടിയത് ട്രെയിനിന്. ഞാൻ ചെല്ലുമ്പോൾ ആലുവയിൽ ഇങ്ങനെ എല്ലാവരും യാത്രക്കാരും ഒരു 100-500 പേരുണ്ടെങ്കിലും യാത്രക്കാർ മൊത്തം ഉണ്ട്. ട്രെയിനിലും ഉണ്ട്, ജനങ്ങളും ഉണ്ട്. എല്ലാവരും മാറിക്കുക. പുള്ളി ജീവന് വേണ്ടി ഇങ്ങനെ 2 കൈ മാത്രമായിട്ട് നീന്തിന്. എന്നെ പുള്ളിക്ക് പറയാനും പറ്റില്ല, എന്തൊക്കെ പറയാനുണ്ട്. കാക്കോടലൊക്കെ ഊർന്നു പോയൊക്കെ ഇത്ര ജീവനുണ്ടോ? ആളിന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. ആളിന്ന് രക്ഷയോടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ ജീവിക്കാമെങ്കിൽ പിന്നെ 2 കൈ നഷ്ടപ്പെട്ടു. ഇവിടുന്ന് ഇതിലുള്ള കൂട്ടുകാരൻ, ഞാൻ ഇവിടെ ഒരു ദിവസം ട്രെയിൻ ഇടിച്ചിട്ട് അറിയിപ്പൊന്നൊക്കെ. അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ച് കിടക്കുമ്പോൾ രാത്രി ഞങ്ങൾ ട്രെയിൻ അന്വേഷിച്ച് കിടക്കും. ഞാൻ ഇങ്ങനെ ടോർച്ച് ഉണ്ട്, അതൊക്കെ ഇട്ട് റെയിൽ പാളത്തിൽ അന്വേഷിച്ച് കിടക്കല ജോലി. ഈ ഇടിച്ച ആൾക്ക് പോസ്റ്റ് നമ്പറേ പറയുള്ളൂ. 90/25, 90/18 അങ്ങനെ പോസ്റ്റ് നമ്പർ. ഈ പോസ്റ്റ് നമ്പർ എവിടെ നിന്നൊക്കെ ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം. നോക്കി അന്വേഷിച്ചെടുക്കണം. അപ്പോൾ ഒരു ദിവസം ഞാനപ്പോൾ ഒരു പുള്ളി എടുത്ത് അവിടെ പുള്ളി ഇരിക്കേ. ഞാൻ ആ പുള്ളി എടുത്ത് നോക്കിയാൽ ചേട്ടാ ഒരു ട്രെയിൻ അടിച്ചെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ നിന്ന് പറയുക? അത് ഞാനാണ് മോനെ എന്ന് പറയണത്. നമ്മൾ ചേട്ടനൊന്നും ഒരു കുഴപ്പമില്ല. എൻ്റെ ഈ വശം നോക്കുമ്പോൾ ഈ വശം കയ്യില്ല, ഈ വശം കട്ടേ കിടക്കുക. ആ പുള്ളി സുഖമായിട്ട് ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഇയാളുടെ കൂട്ടാരണം ഇവിടെ അപ്പുറമാണ് വീട് ജീവിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ കൈയും കാലും ഇല്ലാതെ ഇപ്പോഴും കുറേ പേര് ജീവിച്ചിരിക്കുന്നുണ്ട്, ഒന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്നത്. ഇതൊക്കെ അപകടങ്ങൾ ഉണ്ടാവുന്നതല്ലേ, ആത്മഹത്യ ആയിരിക്കില്ലല്ലോ? ഇത് അപകടത്തിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഇവർക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ട് ഇവർക്കൊക്കെ ജീവിച്ചിരിക്കാമെങ്കിൽ, വീണ്ടും ജീവിക്കാൻ പ്രചോദനമാണെങ്കിൽ പിന്നെ എന്തിന് എല്ലാം ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അത്യാവശ്യം എല്ലാ ചുറ്റുപാടുകളും ഉള്ളവർ ആത്മഹത്യ ചെയ്യണം. അല്ല ഒരു പറയാൻ ഒരാളെങ്കിലും ഉണ്ടാവും. എന്താണ് നിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പെണ്ണാണെന്ന് പറഞ്ഞാൽ 100 പേര് ചോദിക്കാനുണ്ടാവും. ഒരാണാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവനോ ഏതെങ്കിലും ഒരു ബെസ്റ്റ് ഫ്രണ്ടെങ്കിലും അവന് ചോദിക്കാനുണ്ടാവും. ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും. ഈ ചോദിച്ച് അവർക്ക് കാര്യം പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ. അതില്ലാതെ സ്വന്തം തീരുമാനത്തിൽ ചില ആത്മഹത്യ 4-5 തരമാണ്. വൈരാഗ്യം, വാശി. ഞാൻ ചത്താലും എൻ്റെ മക്കൾ ചത്താലും നിന്നെ ഞാൻ ജീവിപ്പിക്കൂല, നിന്നെ നരകിപ്പിക്കും എന്ന് പറഞ്ഞ് ചാവണ ഒരു തരം ആത്മഹത്യയുണ്ട്. നിന്നെ തകർക്കാൻ വേണ്ടിയുള്ള ആത്മഹത്യ. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ആരോടൊരു പരിഭവവും ഇല്ല ഞാൻ എന്ന് മാത്രമുള്ള ഒരു ആത്മഹത്യ. ഒറ്റയ്ക്കായി ആത്മഹത്യ. രോഗശൈലിയിൽ എനിക്ക് ഞങ്ങട്ട് എൻ്റെ മക്കൾക്കും ആർക്കും ഭാരമാവാൻ ഇതില്ല. രോഗശൈലിയിൽ കൊണ്ടുള്ള ആത്മഹത്യ, അപമാനം കൊണ്ടുള്ള ആത്മഹത്യ, ഇത്രയാണ് ആത്മഹത്യ. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടേക്കണതിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവനോടുള്ള പ്രതികാരം കൊണ്ടുള്ള ആത്മഹത്യയാണ്. ഭർത്താവിനോടോ മക്കളോടോ, അതല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ, മകനോടോ മകളോടോ, കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ അങ്ങനെ തോന്നുന്ന പ്രതികാരാത്മകമായ ആത്മഹത്യകളാണ് ഞാൻ എടുത്തതിൽ ഭൂരിഭാഗവും. അതിലും ഭൂരിഭാഗവും ആണുങ്ങളുടെ ആത്മഹത്യയാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. കാരണം നിസ്സഹായാവസ്ഥ കൊണ്ട് ആത്മഹത്യ ചെയ്ത് കുറേ പേരുണ്ട്. അപമാനം കൊണ്ട്. അപമാനം, അതാണ്. ഇപ്പൊ നേരത്തെ ഒരാളുടെ ഇത്ര ഭാഗം മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പൊ എങ്ങനെയാ ജീവിക്കുന്നത്? അയ്യോ, എവിടെയെന്ന് അറിയില്ല. റെയിൽവേ എയർപോർട്ടിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വന്നപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് മനസ്സിലാവണം. ആണല്ലേ? റെയിൽവേയിൽ ടിക്കറ്റിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. റെയിൽവേ അപകടങ്ങൾ സംഭവിക്കുന്ന ഏതൊരു മനുഷ്യനും കുറെ പൊതുജനങ്ങൾക്ക് അറിയാൻ പാടില്ല. റെയിൽവേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ നഷ്ടപരിഹാരം, അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും തുടർ ചികിത്സയ്ക്കുമായുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇൻഷുറൻസ് ഉണ്ട്. അത് അറിയാമെങ്കിൽ അതാതുമായി റെയിൽവേയുമായി എവിടെ വെച്ച് അപകടം നടന്നു ആ റെയിൽവേയുമായി ബന്ധപ്പെട്ടാൽ എല്ലാത്തിനും ഇൻഷുറൻസ് റെയിൽവേ തരും. ഇങ്ങനെ രക്ഷപ്പെടുത്തിയ ആൾക്കാരെ പിന്നീട് കണ്ടിട്ടുണ്ടോ? 1-2 പേരെയൊക്കെ ചിലർ വന്ന് കണ്ടിട്ടുണ്ട്. 1-2 പേരെ ചിലർ വിളിച്ചിട്ടുണ്ട്, പോയി കണ്ടിട്ടുണ്ട്. ഒരു അച്ഛൻ വിളിച്ചിട്ടുണ്ട് ഒരു മകളുടെ വേണ്ടി. ഞാൻ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഓർമ്മയിലൊക്കെ നിൽക്കാൻ മാത്രമായിട്ടുള്ളൊരു ഇതില്ല. വിളിച്ചിട്ടുണ്ട് 1-2 പേര്. ഈ ഏറ്റവും കൂടുതൽ നാടകം അല്ലെ ഏറ്റവും കൂടുതൽ ഡ്രാമ കാണുന്നത് മരണവീട്ടിലാണെന്ന്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കാരണം ഒരാള് മരിച്ചു കിടക്കുമ്പോ ഒരു സങ്കടം കൊണ്ടായിരിക്കും, ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല. സ്വന്തം ഭാര്യ അല്ലെ ഭർത്താവിന്റെ മുമ്പിൽ കരഞ്ഞ് നാടകം കളിക്കണുണ്ടല്ലേ. മരണ വീട്ടിൽ പോയാ തുടർച്ചയായിട്ട് കരയണ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? അത് വിഷമം കൊണ്ട് അവരുടെ ചിന്ത അവിടെ നിന്ന് മാറാതെ മറ്റൊരു ഇതിലേക്ക് പോവാതെ ഒരു വ്യക്തിയെ കാണിച്ചു തരാമോ? സൈലന്റ് ആയിട്ടിരിക്കണവനെ വിശ്വസിക്കാം. ആരോടും പറയാതെ, കരയാതെ, പൊട്ടിക്കരയാതെ സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം. മനസ്സിൽ കുറച്ച് നേരം ഉണ്ട്. ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾ എത്ര നേരം ആയാലും 1 ദിവസം 2 ദിവസം ആണ് ഏറ്റവും കൂടുതൽ മാക്സിമം വിഷമം അവനുള്ളത്. അവരെ ജീവിതം തിരഞ്ഞെടുത്തേ പറ്റൂ അല്ലേ? പിന്നെ ചില പത്രത്തിൽ കണ്ടിട്ടുണ്ട് ഭർത്താവ് മരിച്ച സഹിക്കാത്ത ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഇതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് ആരും പോയിട്ടില്ല. അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. ഈ എറണാകുളം റൂറലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ആയിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ ആത്മഹത്യ ചെയ്തതല്ല, ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് ഭാര്യ 3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. അപ്പോഴാണ് ഭാര്യ ആത്മഹത്യ ചെയ്തത്. പത്രത്തിൽ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ച് ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതാണ്. അതാണ് യഥാർത്ഥ കഥ. ഇതിൻ്റെ ഒരു ഉണ്ട്, ഇത് നമ്മുടെ അറിവിലുള്ളത്, യഥാർത്ഥത്തിൽ അറിവുള്ളത്. അറിവില്ലാത്ത അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ
ഇടി നോലോളി കരച്ചിൽ പിഴിച്ചിലൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എന്തോർത്തോളം ഒരു മരണ വീട്ടിൽ നാടകങ്ങൾ കളിക്കുന്നുണ്ട്. കൂടുതലും പേരും മരണപ്പെട്ട വ്യക്തിയുടെ കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളാണ് കൊച്ചിൻ്റെ ഉൾപ്പെടെ ഭാര്യയുടെ ഉൾപ്പെടെ കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ഭദ്രതയെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. മരിച്ചെടുക്കണ മനുഷ്യനെ അടക്കം ചെയ്യണമെന്നുള്ള കാര്യമാണ് കൂടുതൽ സംസാരിക്കുന്നത്. ചിന്തിച്ചാൽ മതി. ഭാര്യയുടെ അടുത്ത ചിന്ത ഞാൻ എങ്ങനെ ജീവിക്കും, ഞാൻ എൻ്റെ ഈ മക്കളെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും, എൻ്റെ മക്കളായിട്ട് എങ്ങനെ ജീവിക്കും, എവിടെ നിന്ന് മാർഗം കിട്ടും. അന്വേഷണം അതാണ് മനസ്സുകൊണ്ട് അന്വേഷണം അതാണ്. അടുത്ത ഞാൻ എന്ത് ചെയ്യും, വാടക വീട് ഞാൻ എവിടേക്ക് ഇനി പോകണം, ഞാൻ എവിടേക്ക് ഇനി മാറണം, ആരെന്നെ സഹായിക്കും. ഇതൊക്കെയാണ് ചോദ്യവും കാര്യങ്ങളൊക്കെ വന്നത്. ചിന്തകൾ കരച്ചിലവിടെ മാറി, വിഷമം മാറി. ചില സമയത്ത് ചിലവരെ മുഖത്ത് നോക്കിയാൽ കരഞ്ഞിരിക്കണ മുഖത്ത് നോക്കി ചിലപ്പോൾ പല്ല് ഞെരിക്കണോ ഈ മരിച്ചെടുക്കണോ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ. നമ്മളൊരു മനുഷ്യൻ്റെ ദയനീയാവസ്ഥയിൽ നോക്കുമ്പോൾ ക്യാമറ ഇട്ട് ചെല്ലുമ്പോൾ ദയനീയാവസ്ഥ കാണുന്നുള്ളൂ. ക്യാമറ മാറിയിട്ട് എല്ലാവരെയും ശ്രദ്ധിക്കാത്ത സമയത്ത് ആ വ്യക്തിയെ ശ്രദ്ധിച്ച് നോക്കി ഇവനോടുള്ള ദേഷ്യം വരെ ആ സമയത്ത് ഓട്ടോമാറ്റിക് നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ പുറത്തു വരും. അവൻ്റെ സങ്കടത്തെക്കാൾ കൂടുതൽ പിന്നെ കരച്ചിൽ കൊള്ളുമ്പോൾ വന്നത് മറ്റുള്ളവരെ കരണ്ടിട്ട് സ്വാഭാവികമായിട്ട് കരണം. ഞാൻ ഇപ്പോൾ ചിലവരുണ്ടല്ലേ അവർ കരണ്ട് എനിക്ക് കരച്ചിൽ തോന്നും. ആ ഒരു കരച്ചിൽ വേറെ, അതൊന്നും ആത്മാർത്ഥമല്ല. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എടുത്തെടുത്ത് എണ്ണി ഓരോരുത്തരുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നില്ല എൻ്റെ ചേട്ടനെ കൊണ്ടുപോലെ എവിടെ കൊണ്ടുപോയി എനിക്ക് നല്ല ബോധമില്ലേ, ഇവരാരെങ്കിലും കൂടെ പോകുമോ, അല്ല എന്നെ കൊണ്ടുപോലെ എന്നെ ഇവിടെ വെച്ചിട്ട് പോകും, ഇവിടെ കയറിയിട്ട് പോകും, എല്ലാം എടുക്കാറേ. ഇതൊക്കെ വേറെ അഭിനയമോ, ഇവർക്ക് അറിയാല്ല. മൃതദേഹം കൊണ്ടുപോയി ആ 2 മിനിറ്റത്തേക്ക് ഒന്ന് മാറിക്കാൻ പറ്റും. ആ പഴക്കമുള്ള മൃതമാണെങ്കിൽ ആരെങ്കിലും വന്ന് കാണണ്ട. ആ ഫ്രീസറിൽ നിന്ന് ചെന്ന് പൊക്കി കഴിഞ്ഞാൽ ഈ ആളും അടുത്തേക്കുള്ള മൃതദേഹത്തിൻ്റെ അടുത്തേക്കുള്ള പഴക്കമുള്ളവർ മൃതദേഹത്തിനടുത്ത് ഒരു ബന്ധുക്കൾ നിൽക്കുള്ള മണമുള്ളതാണെങ്കിൽ ഈ അഭിനയം അവിടെ കാണുന്നില്ല. ആരും കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. മറ്റേത് അന്ത്യചുംബനം ആദ്യചുംബനം എന്തൊക്കെ അതൊക്കെ കുറേ അഭിനയങ്ങളാണ്. അഭിനയങ്ങളെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഞാൻ കണ്ടെടുത്തോളം അഭിനയങ്ങളാണ്. ആത്മാർത്ഥമുള്ള കരച്ചിലുകളും സങ്കടങ്ങളും ഇല്ല എന്നല്ല, വിഷമങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ എത്ര നേരത്തേക്ക് അവരത് മറക്കാതിരിക്കാൻ പറ്റില്ല. മനുഷ്യനാണ് മറന്നേ പറ്റൂ, പുതിയ ജീവിതം ആരംഭിച്ചേ പറ്റൂ, അവരുടേതായ ജീവിതത്തിലേക്ക് പോയേ പറ്റൂ, ബാധ്യതകളും കാര്യങ്ങളും അവർ ഏറ്റെടുത്തേ പറ്റൂ. മരണപ്പെട്ടവർ പോയതും ആ അവസാനിച്ച് അത് അവിടെ ഉള്ളൂ. ജീവിച്ചിരുന്ന അങ്ങ് ഞാനൊക്കെ ഓർമ്മകളാണെങ്കിൽ നമ്മുടെ ഇന്ന് ഞാൻ മരണപ്പെട്ട ഭാര്യ എത്ര നാൾ ഓർമ്മിച്ചിരിക്കും, 2 ദിവസം ഓർമ്മിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് പോകണം. വല്ലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോൾ ഈ നിമിഷം ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ആ ഒരു ജീവിതം. ആളുടെ ജീവിതം തിരഞ്ഞെടുക്കും. സന്തോഷം, അവർ സന്തോഷം നോക്കിയാൽ പറ്റും. നമ്മൾ ഈ ഭൂമിയിൽ കഴിഞ്ഞാൽ അവർ സന്തോഷം നോക്കിയാൽ പറ്റും. മകൻ കഴിഞ്ഞ് മകൻ്റെ മകൻ എന്നെ ഓർക്കോ? ഞാനെന്ന് പറഞ്ഞാൽ ഒരാളുണ്ടെന്ന് ഉള്ള ഓർക്കൂല. ഓർക്കോ? ഇല്ല. ഇപ്പം എൻ്റെ കൂടെപ്പുറപ്പ് പറഞ്ഞ ഭിത്തിയിലുണ്ട് 2 ഭാര്യയും 2 മക്കളുണ്ട്. അവർ നാളെ വേറെ ജീവിതത്തിലേക്ക് പോകും. ഒരാളെ ജീവിതത്തിലേക്ക് പോയി ഒരെണ്ണം പോയി. ഇന്നിപ്പോൾ അവർ അച്ഛനെ ഓർത്തുകൊണ്ടിരിക്കുകയല്ലല്ലോ. എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? എന്ത് നേടിയിട്ടും കാര്യമില്ല. ഈ നമുക്ക് 6 അടി മണ്ണ് നമുക്ക് അവകാശമില്ല. നമ്മൾ മരിച്ച കോടികൾ ഉണ്ടാക്കിയപ്പോൾ യൂസഫ് സാർ കോടീശ്വരനാണ് അല്ലേ. ഉദാഹരണം പറയണേ, അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയണതിൽ വിഷമമൊന്നുമില്ല. ഞാൻ എനിക്ക് അറിയാവുന്നൊരു കോടീശ്വരനായിട്ട് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് 2 ദിവസം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ കയറ്റാനുള്ള അനുവാദം കിട്ടുമോ? ബന്ധുക്കളുള്ള നാട്ടുകാരും കൊടുക്കും. 2 ദിവസം ആ മൃതദേഹത്തിൽ വിരുദ്ധമായാലോ എന്തെങ്കിലും പഴക്കം ചെന്നാലോ 2 ദിവസം വീട്ടിൽ വയ്ക്കുമോ? മതം വിശ്വാസം വന്ന് കുടുംബ ചിന്തകൾ മറ്റുള്ളവരുടെ തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയില്ലേ അല്ലേ. ഈ അനാഥന് ഇതൊന്നും കണ്ടിട്ടില്ല. ഒരു മതവും കണ്ടുള്ള, ഒരു ബന്ധുക്കളെ കണ്ടുള്ള, ഒരു മതവും ചോദിച്ചോളൂ, ഒരു മതാചാരവും കണ്ടുള്ള അനാഥ ഭിക്ഷാന്തേഹികൾക്ക് എവിടെയും കൊണ്ട് കൊച്ചുമേൽ അടക്കം ചെയ്ത്. സത്യം പറഞ്ഞാൽ അതിനോടാണ് ഞങ്ങൾ ശരിക്കും ഇത്തിരി ഫാസ്റ്റായിട്ട് അടക്കം ചെയ്യണമെന്ന് തോന്നുന്നത്. അതൊക്കെ കാരണം ഞങ്ങൾ അവരോട് ഒരു കരച്ചിലും കാണിക്കാറില്ല, വെറുതെ പ്രഹസനം കാണിക്കാറില്ല. മനുഷ്യൻ നേരത്തോടെ ഭൂമിയിലേക്ക് വിടുക. ആ മനുഷ്യനെ ഒന്നെങ്കിൽ അഗ്നിയിലോ അല്ലെങ്കിൽ കഴിയണം. മനുഷ്യനായാലും മൃഗമാണെങ്കിലും മൃതദേഹം തീർന്ന് ഭൂമി ജീവിക്കേണ്ട സമയം കഴിഞ്ഞ് ഇനി വിടുക, യാത്രയാകുക, അത്രേ ഉള്ളൂ. ചേട്ടനിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്തായിരിക്കും? കാരണം അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ അറിവോടാണ് സംസാരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ നമുക്ക് അത്രയും നന്നായി മനസ്സിലാവുന്നുണ്ട്, ആ അറിവ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും ചേട്ടാന്ന് വിളിക്കുന്നതിനെക്കാളും സാറിന് വിളിക്കാൻ വേണ്ടി തോന്നുന്നുണ്ട്. കാരണം അത്രയും വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടുമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ചേച്ചി എന്തായിരിക്കും പുള്ളിയിൽ നിന്ന് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചെടുത്തൊരു കാര്യം? ഞാൻ പഠിച്ചതെന്ന് പറയാനായിട്ട് ജീവിക്കുക, നന്നായിട്ട് നല്ല മനുഷ്യനായിട്ട് ജീവിക്കുക. എത്ര അപമാനം കിട്ടിയാലും എത്ര അട്ടിത്തുപ്പിയാലും ജീവിക്കാനുള്ള കരുത്ത് കാണിക്കുക. മനുഷ്യത്വം കൈവിടാണ്ടിരിക്കുക. മനുഷ്യത്വം കൈവിടാതെ ജീവിക്കാനുള്ള കരുത്ത് കാണിക്കുക. ഇപ്പം ആത്മഹത്യ ചെയ്യണവരുണ്ട്, ചെയ്യേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്, ചെയ്തിട്ടില്ല. ജീവിക്കാൻ മനുഷ്യനെ കരുത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് വലുത്. നന്നായിട്ട് ജീവിക്കുക. ഇപ്പോൾ ചേട്ടൻ്റെ അച്ഛനെയും അമ്മേനെയൊക്കെ ചേട്ടൻ്റെ ഈ ജോലി വെച്ച് ജോലിയുടെ പേര് പറഞ്ഞ് ഒരുപാട് വിളിച്ചിട്ടുണ്ട്. നാട്ടിൽ വിളിക്കും. അതെല്ലാം നാട്ടിൽ നിന്ന് മാറിയിരിക്കണം. ഇപ്പം മകനുണ്ടല്ലോ, നാളെ മകൻ അങ്ങനെ ഒരു ഇതുണ്ടാവുമോ, അങ്ങനെ ഒരു ചിന്ത എന്തെങ്കിലും? ഒന്ന് വിളിച്ചു ചോദിച്ചോക്കെ എന്താ ജോലി എന്നിട്ടാന്ന് വെച്ചോക്കെ, ഒന്ന് വിളിച്ച് ചോദിച്ചു നേരിട്ട് എൻ്റെ ജോലി എന്നിട്ടാന്ന് വെച്ചോക്കെ.
എല്ലാം അറിയാം, അതിന്റെ ജോലി എന്താണെന്ന് അറിയാം, എല്ലാം കൃത്യമായിട്ട് അറിയാം, എല്ലാം കാണിക്കുന്നുണ്ട്. അപമാനിച്ച്, അതായത് ആള് അപമാനമാണെങ്കിൽ ആൾ സ്വയം കണ്ടെത്തണം. ഞാൻ എല്ലാവരും ആഗ്രഹം എൻ്റെ മകൻ ഇന്നതുപോലെ വളരണം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കണമില്ല, ആഗ്രഹിക്കുകയില്ല. അത് എൻ്റെ മകൻ എന്ന് പറയാനും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആളുടേതായ ആഗ്രഹവും സ്വപ്നവും വ്യക്തിത്വവും ഉണ്ട്. അപ്പൊ നമുക്ക് സംരക്ഷിക്കേണ്ട പ്രായത്തിൽ സംരക്ഷിക്കാം. ആളുടെ ഫ്രീഡത്തിന് ആളും ജീവിക്കണം, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ഇദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ജീവിക്കണം. ആരുടെ ജീവിതത്തെ നമ്മൾ മാറ്റിമറിക്കാനോ എൻ്റെ ജീവിതം അടിച്ചേൽപ്പിക്കാനോ അങ്ങവിടെ ഇവിടെ നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മകൻ അദ്ദേഹത്തിന് അത് അപമാനമാണെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കണം അപമാനം ഇല്ലാത്ത മാർഗം. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാറാന്ന് പറഞ്ഞാൽ ശ്രമിക്കാൻ നടക്കില്ല. ഞാൻ ആർക്കും വേണ്ടി ഞാൻ മാറാൻ ശ്രമിച്ചില്ല. ഞാൻ അവർക്ക് വേണ്ടി മാറി നിന്നിട്ടുള്ളൂ. ആദ്യത്തെ എല്ലാത്തിനാണെങ്കിൽ ഞാൻ മാറി നിന്നുള്ളൂ, പക്ഷെ ഞാൻ മാറാൻ ശ്രമിച്ചില്ല. അതുപോലെ ഇദ്ദേഹത്തോടും ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി മാറ്റാൻ നിന്നില്ല, മാറാൻ നിന്നില്ല. ഞാൻ ഇദ്ദേഹത്തോടും പറഞ്ഞിട്ട് ഞാനായിട്ട് തന്നെ ഇരിക്കും. അതിലുണ്ട് എനിക്ക് ഞാൻ ഞാനായിട്ട് ഇരുന്നാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനായിട്ട് ഇരിക്കാൻ പറ്റാത്തടത്തോളം കാലമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചലിക്കുന്ന പാവയാകുമ്പോഴാണ് മനസ്സ് കൈവിട്ട് പോകുമ്പോഴും ഒറ്റപ്പെടുമ്പോഴും നമ്മുടെ മനസ്സ് വിട്ടു പോകുന്നതും ഞാൻ മാത്രമുള്ളൂ, ഞാൻ എന്തിനും മറ്റുള്ളവർക്ക് ഭാരമെന്ന ചിന്താഗതി വരുമ്പോഴും നമ്മുടെ ശരീരം ഈ ഭൂമിക്ക് ഭാരമെന്ന് തോന്നുകയും എനിക്ക് ആരുമില്ലാത്ത ചിന്തകളും വരുമ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് മനുഷ്യനാണ്. അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ മാറ്റിയിട്ടാ. അങ്ങക്ക് സ്വയമായിട്ട് മനസ്സോട്ട് പറയാൻ പറ്റുമോ അങ്ങായിട്ട് ജീവിക്കേണ്ടെന്ന്? അതായത് അങ്ങ് ജനിച്ച കാലത്ത്, വളർന്ന കാലത്ത്, അങ്ങ് വളർന്നു വന്ന സാഹചര്യത്തിൽ അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ സ്വഭാവം, ദേഷ്യത്തിന് ദേഷ്യം സ്വഭാവം, നല്ലതോ ചീത്തയോ അങ്ങായിട്ട് ജീവിക്കാൻ അങ്ങക്ക് പറ്റണ്ട. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പൂർണ്ണമായിട്ടും പറ്റുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഭാര്യ അടുത്ത് മറ്റൊരു ആൺ സുഹൃത്തിനോട് പറഞ്ഞാലും കൂടുതൽ എനിക്കൊരു ഭാര്യ അടുത്ത് എനിക്ക് ഒരു കാര്യങ്ങൾ തുറന്നു പറയാം. അല്ലെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തോട് പറ്റും, അല്ലെങ്കിൽ മറ്റാരോടും പറ്റും. കാരണം ഞാനായിട്ട് നിന്നിട്ടാ എൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ആരിൽ നിന്നും മറയ്ക്കാനും ശ്രമിച്ചിട്ടില്ല. പുറത്ത് മറ്റുള്ളവരുടെ എല്ലായിടത്തും പുറത്ത് കാണിക്കാനും ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ ഒളിക്കാനും ശ്രമിക്കില്ല. ഞാനായിട്ട് തന്നെ ചോദിക്കണം. എനിക്കിപ്പോൾ ഉദാഹരണം എനിക്കിപ്പോൾ വലിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനത്താണെങ്കിലും ഭാര്യത്ത് ഞാൻ മണ്ണിൽ വലിക്കാം. പക്ഷെ അവിടെ നിന്ന് മകൻ്റെ വിളിച്ച് ചെയ്യാറില്ല. ഞാൻ പുറത്ത് വരുന്ന വലിക്കും. അതെൻ്റെ സ്വാതന്ത്ര്യം. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് സ്വാതന്ത്ര്യം. എന്നെ ആരും പിടിച്ചെട്ടിയിട്ടില്ല. ഞാൻ മറ്റൊരു സ്ഥലത്ത് ജോലിയിൽ തളയ്ക്കപ്പെട്ടിട്ടില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരും പറയേയില്ല. ഞാൻ ആരുടെ ചോദിക്കാറുമില്ല. ഞാനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് എല്ലാത്തിലും. അത് എന്തിലും ഒരാൾക്ക് എന്താ വേണ്ടത് അതിലെല്ലാത്തിലും ഞാനായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഇഷ്ടം. ചേട്ടൻ ആരുടെയെങ്കിലും മരണത്തിൽ കരഞ്ഞിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോന്ന് വെച്ചാൽ പൊന്നൂൻ്റെ സങ്കടം വന്നിട്ടുണ്ട്. ഞങ്ങളുടെ പട്ടിയുടെ അത് കാരണം എല്ലാവരും ഇട്ടു പോയപ്പോൾ അത് മാത്രമേ കൂടെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതിനാരോ വിഷം കൊടുത്തൊരു 5-8 ദിവസം കഴിഞ്ഞിട്ട് മരണം. ആദ്യം ICU കയറി, പിന്നെ വെന്റിലേറ്ററിൽ കയറി. വെന്റിലേറ്ററിൽ വെച്ചാണ് മരണപ്പെടുന്നത്. അപ്പം അതൊന്ന് കണ്ണ് നിറച്ച്. കാരണം എല്ലാവരും ഇട്ടേച്ച് പോയൊരു സംഭവം ഉണ്ടായിരുന്നു. എല്ലാവരും, ഒരാളും ഒന്നുമില്ല. വീടും ജനലും വാലൊക്കെ മറ്റേ പട്ടിയൊക്കെ വെച്ച് അടിച്ച് ഇരുന്നൊരു കാലമുണ്ട്, ഒരാളും വരാതെ. അന്ന് ആ പട്ടിനാണെങ്കിലും പൊന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒരു മനസ്സിലൊരു സങ്കടമായിട്ട് വന്ന കണ്ണ് നിറച്ചേക്കണം. വേറെ മരണം യാഥാർത്ഥ്യമാണ്. പിന്നെ കണ്ണ്, കാരണം അതെന്തോ കണ്ണ് നിറഞ്ഞെന്ന് വെച്ചാൽ ഒന്നും പറയാൻ മറുപടിയില്ല. ചിലപ്പോൾ നിങ്ങൾ അവരുടെ വിചാരം എനിക്കുള്ളതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആ വികാരത്തിൽ അല്ലെങ്കിൽ വിചാരം എനിക്ക് വന്നുകൊണ്ടായിരിക്കാം. അതാണ് കണ്ണ് നിറച്ചേക്കണ ഒരു ഒന്നുമില്ല, മരണത്തിലില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ മൃതദേഹം എടുക്കേണ്ട വന്നിട്ടുണ്ടോ? കുടുംബത്തിലും ഉണ്ട്. ഇപ്പം നമ്മുടെ കൂടെ നിന്ന് നടന്ന റിയാസ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിൻ്റെ, നമ്മളെടുത്തല്ല അടക്കം മരം ചെയ്യേണ്ട വന്ന് അദ്ദേഹം അറ്റാക്ക് ഒന്ന് മരണപ്പെട്ടാണ്, വേറെ നോർമലില്ല. പിന്നെ ആദ്യത്തെ ഭാര്യയുടെ കൊച്ചിൻ്റെ ആദ്യത്തെ കല്യാണത്തിലുണ്ടായ കുഞ്ഞിൻ്റെ മൃതദേഹം എടുക്കേണ്ടതുണ്ട്. അതൊക്കെ ഉണ്ടാവും. അതും ജീവിതത്തിൽ വന്ന മൃതദേഹം യാഥാർത്ഥ്യമാണ്. മരണം സംഭവിച്ചേ പറ്റൂ. തടുക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമായ ഒന്ന് മൃതദേഹം മാത്രം, മരണം മാത്രമോ മൃതദേഹമാവുക എന്നതാണ് യാഥാർത്ഥ്യം. ചേച്ചി എന്തെങ്കിലും ജോലിക്ക് പോകാനായിട്ടൊക്കെ എന്തേ? ഇല്ല. ഓക്കെ. ചേട്ടാ, ഈ മരണങ്ങൾ പലവിധമാണല്ലോ, പലതരത്തിലുള്ള മരണങ്ങളാണ്. ഏറ്റവും ദയനീയമായിട്ടുള്ള മരണം എന്തായിരിക്കും? അത് തീപ്പൊള്ളലേറ്റ്, സ്വയമായി തീപ്പൊള്ളലേറ്റ് ആത്മഹത്യ ചെയ്യണ മരണം, അല്ലെങ്കിൽ തീപ്പൊള്ളലേൽക്കുക. കാരണം ശരീരത്തിൽ നിന്ന് ജീവൻ വിട്ടുപോകുന്ന ആ സാഹചര്യം വരെ ഓരോ സെല്ലുകളും വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ജലാംശം പറ്റി നമ്മുടെ ശരീരത്തിൽ നെയ്യൊക്കെ ആ വേദന അതൊരു അസഹനീയമായ വേദന തന്നെയാണ്. വേദന അനുഭവിച്ചവർക്ക് മാത്രം അറിയാം. ഈ പെട്രോൾ ഒഴിച്ച ആത്മഹത്യയിൽ, അത് കത്തിച്ചു കൊല്ലല്, അത് തീ വളർന്നിട്ടുള്ള എല്ലാ ആത്മഹത്യകളും മറ്റുള്ള ആത്മഹത്യകളെ സംബന്ധിച്ച് അല്പം വേദനാജനകമാണ്.
ആണല്ലേ. ഇത് ഇങ്ങനെ തീപ്പൊള്ളലേറ്റ് മരിക്കുന്ന മൃതദേഹങ്ങൾ ചാരമായിരിക്കും ഉണ്ടാവുക അതോ? അല്ല, അതൊന്നും ഉണ്ടല്ലോ അങ്ങനെ പൂർണ്ണമായിട്ട്. അത് നമ്മള് അതൊക്കെ സിനിമ കാണണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നല്ല അതൊന്നും പറയാൻ പാടില്ല. ഇട്ടിട്ട് ഉരുക്കി കത്തിച്ച് കളയേണ്ടി വരും വേറെ സാധനങ്ങളൊക്കെ ചെയ്ത്, എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ട് ചാരമായി മാറുള്ളൂ. ഒരു മൃതദേഹത്തെ വെറുതെ ഇട്ട് കൊന്ന് കത്തിച്ചിരിക്കുമ്പോ വേറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് കത്തി, എന്നാൽ മാത്രമേ പെട്ടെന്നൊന്നും അങ്ങനെ പൂർണ്ണമായിട്ട് എല്ലാം കത്തി പോവില്ല. വിറകിൽ കത്തിക്കണതും ചിത ഉരുക്കണതും ഒരാൾ കൊന്ന് കത്തിക്കണതും നമ്മൾ രണ്ടാ വ്യത്യാസമുണ്ട്. പിന്നെ കൊന്ന് കത്തിക്കുമ്പോൾ ആ മനസ്സിൽ ആ നിമിഷം ആ കൊല്ലുന്ന വ്യക്തിയുടെ മനസ്സിലുണ്ടാവുന്ന ആ ഒരു സമയത്തുണ്ടാവുന്ന മാനസിക വൈകൃതം, ദേഷ്യം, ഭയം, സമീപത്തുള്ള ചുറ്റുപാടുകളിലുള്ള ശ്രദ്ധ, ഇതൊക്കെ കേന്ദ്രീകരിച്ചും അതേ നേരെ വിട്ട് കത്തിച്ച് അവിടെ നിൽക്കാനും പറ്റില്ല അല്ലേ. അപ്പൊ അങ്ങനെ ഇട്ട് കത്തിക്കും. അപ്പൊ പൂർണ്ണമായിട്ട് ഒരു മൃതദേഹം നശിച്ച് നമ്മളും കിട്ടിയിട്ടില്ല. ഈ മൃതദേഹം കത്തിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന അങ്ങനെയുള്ളത് അതൊക്കെ ഓരോ അതൊക്കെ ഉണ്ടോ, എഴുന്നേറ്റൊക്കെ വെക്കും. അതൊക്കെ നമ്മൾ വലിഞ്ഞു മുറുകണം. നമ്മുടെ ശരീരത്തിൽ കയറിക്കണ മരുന്നിന്റെയോ അല്ലെങ്കിൽ രക്തത്തിന്റെ അളവ് കൂടുതലുണ്ടെങ്കിലോ അതല്ലെങ്കിൽ പേശികളുടെ വലിമുറുക്കം വല്ല സർജറി ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വേണമെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഒരുപിടി രൂപ സാദൃശ്യമല്ല, അതുപോലെ മനുഷ്യ ശരീരവും രൂപസാദൃശ്യമൊക്കെ ഒരു മാറും. ചിലപ്പോൾ പാതിച്ച് നടുവ് എഴുന്നേറ്റ് ഒരു കൈയൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെതായ സജ്ജങ്ങൾ ഉപയോഗിച്ച് ചില കമ്പിയോ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയറിൽ ഉദ്ദേശിക്കുന്ന ശ്മശാനത്തിൽ വലിയ പ്ലെയർ ഉണ്ട് അവിടെ കിടക്കേണ്ടത്. ആ പ്ലെയർ നമ്മൾ നിവർത്തി കാലുവെച്ച് അടുത്ത വിറക് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കും. ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നില്ല, ഇലക്ട്രിക്കാണ് കാണില്ല, അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചിട്ട് പൊങ്ങി കഴിഞ്ഞ് പോവുകയാണ്. വിറകാണെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ നേരിട്ട് കാണാൻ കഴിയുള്ളൂ, കാരണം ഉപരിതലത്താണ്, മോൾ ഭാഗത്താണ്. ഇപ്പം കൂടുതലും ശ്മശാനങ്ങൾ ഗ്യാസും ബർണറിൽ അടച്ച് കൊണ്ട് പുറത്തൊന്നും കാണുന്നില്ല. ഈ സമയം കത്തുമ്പോൾ നമ്മുടെ പേശികളൊക്കെ വലിഞ്ഞു മുറുക്കി അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വിദ്യാനങ്ങൾക്ക് കൈയൊക്കെ തിരിയും, കൈയൊക്കെ തന്നെ പോകും ചിലപ്പോൾ. അത് ശരിക്കും ഇപ്പൊ ചേട്ടന് പേടിയില്ല എന്ന് പറയാം, കണ്ടു നിൽക്കുന്ന സഹായികൾ ആൾക്കാർക്കൊക്കെ വിചാരിക്കുമ്പോൾ പേടിയുണ്ട്. അങ്ങനെ സഹായം ഉണ്ടായിരുന്നു, ഒരാൾ പേടിച്ച ഒരാളുണ്ടായിരുന്നു. ഇന്നും അയാൾ ഇപ്പൊ ഇവിടെ ഇല്ല, അയാളിപ്പോ കാലങ്ങളായിട്ട് ഇപ്പൊ തേനി പോയി കിടക്കേ. എന്റെ കൂടെ എന്റെ ആശാന്റെ മകനാണ് വന്നുകൊണ്ടിരുന്നത്. അത് കത്തി കണ്ടതല്ല, അല്ലാതെ കണ്ടതാണ്. അദ്ദേഹം ഞങ്ങള് ഒരാളുടെ പേര് എടുത്ത് പറയാമല്ലോ, ഒരു ഉദ്യോഗസ്ഥർ സാറാണ്, പോലീസിൽ റിട്ടയർ ആയ മനുഷ്യൻ, ഇപ്പൊ റിട്ടയർ ആയ അദ്ദേഹം വലിയൊരു പുണ്യപ്രവർത്തി ചെയ്തോണ്ടിരിക്കണ. ഈ നമ്മളെ ഏറ്റെടുക്കുന്ന മൃതങ്ങളില്ലേ, ഇതിൽ അച്ഛനമ്മയും മക്കൾക്ക് വിദേശത്ത് നിന്ന് വരാൻ പറ്റൂല, എവിടെയും കൊണ്ട് കുളിച്ചിട്ട് ഓളം പറയണ ഒരു ഉണ്ടാവും. അവർക്ക് അവരിവിടെ എല്ലാം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, അച്ഛനമ്മേനെ തള്ളി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഏറ്റെടുക്കുന്ന മൃതങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് അടക്കം ചെയ്യാൻ ശ്മശാനങ്ങൾ തരൂല, നമുക്ക് കത്തിക്കാം. പക്ഷെ ഇവര് പറഞ്ഞിട്ടുണ്ടാവും, ബന്ധുക്കളോ മകനോ മകളോ പറഞ്ഞിട്ടുണ്ടാവും കത്തിക്കരുത്, കുഴിച്ചിടണം, അതിന്റെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് വേണം, ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു സാറിന് വലിയൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ ആശ്രയിക്കുന്നു. ഇപ്പൊ കുറച്ചാൾ മുമ്പ് അത് റിട്ടയർ ഒരു IPS ഓഫീസറാണ്, അദ്ദേഹത്തിന്റെ പറമ്പ് അദ്ദേഹം നമുക്ക് ദാനം നൽകിയിരുന്നു കത്തിക്കാൻ. അതെ, പിന്നെ 2-3 അടക്കം ചെയ്യാനും. അപ്പൊ ആ ഒരു മൂലൊക്കെ നമ്മൾ കത്തിക്കണോടത്തുനിന്ന് കുറച്ച് മാറിയാണ് നമ്മളൊരു ടാങ്ക് അദ്ദേഹം നിർമ്മിച്ചു തന്നിരുന്നത്. ഒരു 6 അടിക്കുള്ള ടാങ്ക് നിർമ്മിച്ചിരുന്നത്. അത് ഇട്ടിട്ട് ചാവിട്ട് മൂടി അതിന്റെ മേളിൽ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞാൽ പരിസരങ്ങളിലും അറിയൂല, നിങ്ങൾക്ക് കത്തിച്ച് പോകാൻ രാത്രി നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ ആശന്റെ മകനായിട്ട് ഒരു മൃതദേഹം ഏറ്റെടുത്തിട്ട് അന്ന് ഞാൻ മറ്റൊരു വാഹനം ഓടിക്കുന്ന സമയത്താണ് 2 മണിയപ്പോ ശ്മശാനത്തിലേക്ക് പോയി. ശ്മശാനമല്ല, ഞാൻ പറയുമ്പോൾ ശ്മശാനം എന്ന് പറയുന്നത് അതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. പറമ്പിലേക്ക് പോയി. അപ്പൊ ചിത ഒരുക്കിയേക്കണ സ്ഥലം കത്തിക്കാൻ വേണ്ടി അത് ഏറ്റെടുത്തതായിരുന്നു. ചിത ഒരുക്കിയേക്കണ സ്ഥലം ഞങ്ങൾ ആംബുലൻസ് എടുത്തത് നമ്മളൊരു 1/2 കിലോമീറ്റർ ദൂരമുണ്ട്, കാരണം വണ്ടി അങ്ങോട്ട് പോകില്ല, ചുമന്നുകൊണ്ടാണ് പോകുന്നത്. ഈ വണ്ടി ഇറങ്ങുന്നത് വഴിയൊന്നുമില്ല, പറമ്പിൽ കൂടിയുള്ള തന്നെ. അപ്പൊ വഴിയും കൃത്യമായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്ക് റിവേഴ്സ് എടുത്ത് വന്നപ്പോഴേക്കും ഒരു ചെറിയൊരു തിണ്ടുമ്പ മുട്ടി ഇന്നിപ്പോൾ നമ്മളെ വണ്ടി അവിടെ നമുക്കറിയാൻ പറ്റി, ഇനി അങ്ങോട്ട് ഇറങ്ങിയാൽ ശരിയാവില്ല. അപ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇവനോട് പറഞ്ഞു ഇവിടെ ഇരിക്കും, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇവിടെ ഇരി, ഞാൻ പോയി അവർ ചിതൊരുക്കിയൊക്കെ ഉണ്ടാകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ പോയപ്പോൾ കാണുമ്പോൾ അവിടെ ചിതൊരുക്കി വെച്ചവർ പോകും. അവരൊരു 5 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോഴേക്കും അവർ വന്ന് ചിതൊരുക്കി അപ്പം തന്നെ അവർ പോകും. 5 മണി 6 മണിയാകുമ്പോഴേക്കും ഇരുട്ടാകുമ്പോഴേക്കും വരുള്ളൂ. പോകും. അവിടെ ഒരു ബൾബ് ഇട്ടുണ്ടാവും, 100 വാട്ട്സിൻ്റെ ബൾബ് ഇട്ടുണ്ടാവും കത്തി, ആകെയുള്ള മോട്ടോർ ഷെഡിൽ നിന്നൊരു വെട്ടം. ഇതനുസരിച്ച് ഞാൻ തിരിച്ചു വന്ന വഴിക്ക് വണ്ടിയുടെ സമസ്ത ലൈറ്റ് വിട്ടിട്ട് മൃതദേഹം ബാക്കിൽ സ്ട്രെച്ചറിൽ എഴുന്നേറ്റൊക്കെ ഇത് ഇത്ര ഭാഗം എഴുന്നേറ്റൊക്കെ കാലൊക്കെ കെട്ടി അവിടെ ബെൽറ്റ് ഇവിടുത്തെ ബെൽറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മൃതദേഹമാണ്, മരിച്ചെടുക്കണ വ്യക്തിയാണ്, മൃതദേഹമാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ ആളെന്നെ അവിടെ തൊട്ട് ഒരു ഇങ്ങോട്ട് എത്തി, പകൽ ഇവിടെ തിരിച്ചെത്തി, ഇവിടെ എന്നെ തെറി പറഞ്ഞു. അതെങ്ങനെയാ കത്തിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അതെന്താ സംഭവം എന്നല്ല, ആംബുലൻസിൽ വെച്ചുള്ള കാര്യം പറഞ്ഞാ. ഞാൻ പോയിട്ട് തിരിച്ചു നോക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച സ്ട്രെച്ചർ താഴത്തോട്ട് ഇറങ്ങിയിട്ട് മൃതദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് എഴുന്നേറ്റല്ല, സ്ട്രെച്ചറിന്റെ മൃതദേഹം എടുത്തിട്ട് ഈ ഇത്രയും ഭാഗത്ത് ഞാൻ നേരെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ തല കൊഴിഞ്ഞു പിടിച്ച് അപ്പൊ ഇരുന്ന് കാണിക്കണ്ട പൊസിഷൻ കാണിക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ ആള് ഡ്രൈവിംഗ് സീറ്റിൽ കയറി നിന്നിട്ട് എല്ലാ ലൈറ്റും ഒക്കെ ഇട്ട് വെച്ചേക്കാണ്.
ആളവിടെ കൂട്ടി നല്ല തെറി പറിച്ചിലാണ്, എന്താ കാര്യം എന്ന് അറിയില്ല. ആള് ഭയന്ന് പോയതാ. ആൾ ഇന്നുവരെ എൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയ ഒരു നിഗമനം മാത്രമാണ് അതിൽ ഞാൻ വീട്ടുകാരോട് പറഞ്ഞത്. എന്താ വീട്ടുകാരോട് എന്തോ പറ്റിയെന്ന് ചോദിച്ചാലും 2 ദിവസമൊക്കെ ഈ തെറി പറിച്ചിലായിരുന്നു. ആൾ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഇന്നുവരെ ആൾ ഇവിടുന്ന് പോയി, തേനി പോയി. എപ്പോഴും ഇടയ്ക്ക് വിളിക്കാറുണ്ട്, വരൂല, വന്നിട്ടേ ഇല്ല. അതൊരു പേടി കിട്ടി പോയത് ആള്. ആ പേടി മാറണമെങ്കിൽ പെട്ടെന്ന് മാറൂല. ഞാൻ കണ്ട സമയത്ത് ആൾക്ക് ഡ്രൈവിങ്ങിനോട് ഭയങ്കര ഇഷ്ടമാണ്, വണ്ടി ഓടിക്കാൻ അറിയില്ല. അപ്പൊ ആള് എന്താന്ന് പറഞ്ഞാൽ ആളുടെ തൊഴിലുകൊണ്ട് ചെരുപ്പ് കുത്തുന്ന തൊഴിലാളില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ മൃഗങ്ങൾ എടുക്കാൻ നമ്മുടെ കൂടെ വന്നത്. അപ്പൊ വണ്ടിയൊന്നും ഇല്ലാത്തൊരു, ആരും കൊടുക്കാത്ത, ഒരാളും കൊടുക്കൂല, വണ്ടിയൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ വണ്ടി ഓടിക്കാൻ താല്പര്യമുള്ള. അപ്പൊ ഞാനെന്തോ പോയപ്പോ ഞാൻ ഇട്ട പോലെ അല്ല വണ്ടി കിടന്നത്. ആളൊന്നും ചുമ്മാ വണ്ടി കയറി ന്യൂട്രാക്കിയിട്ടുണ്ടാവാം, വണ്ടി ചിലപ്പോൾ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. സ്ട്രെച്ചറിന്റെ ലോക്ക് അഴിച്ച് മാറ്റിയതുകൊണ്ട് ഈ വണ്ടി ഇറങ്ങി വന്നപ്പോൾ ഈ തിണ്ടുമ്പോ മുട്ടി, വണ്ടി തിണ്ടുമ്പോ മുട്ടിയൊക്കെയാണ്. അപ്പോൾ സ്ട്രെച്ചർ ഇറങ്ങി പോണ വേഗത്തിൽ ബെൽറ്റ് ലൂസായിട്ട് മൃതദേഹം പോകുന്നതാ. ഇതാണ് യാഥാർത്ഥ്യം സംഭവിച്ചേക്കാം. പക്ഷേ ആള് ചിന്തിച്ചത് മൃതദേഹമാണ്. ആള് വന്നൊന്നുമില്ല. പിന്നെ ഞാനത് സ്ട്രെച്ചറിക്ക് എടുത്തി, അത് കയറൊക്കെ ഇട്ട് ടയർ ഭാഗം മാറ്റി എടുത്തിട്ട് ബെൽറ്റൊക്കെ ഇട്ട് ശരിക്കും കെട്ടിട്ട് ഒരു കയറിട്ട് വലിച്ച് ചിതവരെ കൊണ്ട് കയറ്റേണ്ടി വന്നു. അത് പേടിച്ചു പോയതാ. പേടി കിട്ടിയെന്ന് വെച്ചാൽ അങ്ങനെ പേടി കിട്ടിയവരുണ്ട്, പിന്നെ 2-3 പേര് പേടിയിട്ട് നിർത്തിയവരുണ്ട് ചില സാഹചര്യങ്ങളിൽ. നമുക്കിതിന് കൃത്യമായിട്ടുള്ള വേതനം ഉണ്ടോ? ശരിക്കും ഇല്ല, വേതനമില്ല. ഇതിൽ ജീവിക്കുന്ന സാറുമാരുള്ളതുകൊണ്ടാണ്. ഒരു കുഴപ്പമില്ലാണ്ട്, ബുദ്ധിമുട്ടില്ലാണ്ട്. ഇപ്പോൾ അതിനും വെഹിക്കിൾമാരും പോലീസുകാരും ഫയർഫോഴ്സുകാരും RPF ഒക്കാരും അത്യാവശ്യം കുടുംബം ഇതുവരെ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം വരെ എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. വർക്ക് എടുക്കും ചിലപ്പോൾ. വർക്ക് അതിന് പണിക്കാശ് ചോദിക്കും, പണിക്കാർക്കൊക്കെ ആളണം. ചിലവരെയും പഴക്കമുള്ളതാണെങ്കിൽ എന്നെ കൂടെ ഒറ്റക്ക് മൃതദേഹം ബാക്കി എല്ലാത്തിനും പൊക്കാൻ പറ്റൊന്നുമില്ല. അപ്പോൾ അവരടുത്ത് ചോദിക്കും, നിങ്ങൾ ആരെങ്കിലും ഉണ്ടാകുന്ന ഞങ്ങൾ പണിക്കാരെ വിളിക്കണോ? അപ്പോൾ അതിനൊക്കെ പൈസ നമ്മൾ അവരടുത്ത് ചോദിക്കും, അടക്കം വരെ ഞങ്ങൾ ചെയ്യണോ? അത് നിങ്ങൾ ചെയ്തോളൂ. അടക്കം വരെ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കുഴിയിൽ വെക്കണമെങ്കിൽ കുഴിയിൽ വെക്കണ വരെയുള്ള കാര്യങ്ങൾ, അതിൽ അവസാനം ഒരു പിടി മണ്ണിടുന്ന വരെ കാര്യങ്ങൾക്ക് ക്രൈസ്തവ സഭക്കാണെങ്കിൽ ക്രൈസ്തവ സഭക്ക് അങ്ങനെ വെക്കും. ഹൈന്ദവ സഭയൊക്കെ ആണെങ്കിൽ ശ്മശാനത്തിൽ മൃതദേഹം ഇവിടെ ഇപ്പോൾ ബർണറാണെങ്കിൽ ബർണർ, ചിതയിലാണ് ചിതയിൽ കയറ്റി വെക്കണവരെ നിൽക്കും. ഇസ്ലാം സമൂഹത്തിനാണെങ്കിൽ ഓരോ മതവിശ്വാസത്തിന് അതിൻ്റെതായ മതവിശ്വാസം എവിടെ ആരംഭിക്കുന്നു അവിടെ വരെ ഞങ്ങളുണ്ടാവും, അതുവരെ ചെയ്തു കൊടുക്കും. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ എടുക്കും. അതിപ്പോൾ എല്ലാം ഉണ്ടായിരുന്നില്ല, 10 പുറമൊക്കെ കിട്ടുള്ളൂ. ജീവിതമാർഗം എന്ന് പറയാൻ വേണ്ടി അതിനാണ് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നുള്ള സാർമാരുള്ളവരുണ്ട്. കുഴപ്പമുണ്ടായില്ല. എല്ലാത്തിനും ആവശ്യങ്ങൾ ഒരു ഇന്റർവ്യൂവിന് താഴത്തെ കമന്റിൽ ഞാൻ ഒരാളുടെ കമന്റ് വായിച്ചതാ. അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിരുന്നു കുറച്ച് ക്യാഷ് കൊടുക്കാനായിട്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പാവപ്പെട്ട ആർക്കെങ്കിലും അർഹതപ്പെട്ടവർക്ക് കൊടുത്തോളൂ എന്നാ. അതിൽ യാഥാർത്ഥ്യം? അതെന്നെ വിളിച്ചിരുന്നു, ഒരു അമ്മയും വിളിച്ചിരുന്നു. അതെയോ? നമുക്ക് പണത്തിന്റെ ആവശ്യം വന്നില്ല, ശരിക്കും പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇതുവരെ പണത്തിന്റെ ആവശ്യമായിട്ട് വന്നിട്ടില്ല. ആവശ്യം വരാറുണ്ട്, അത് കാര്യം അനാഥ മൃതങ്ങൾ വരുമ്പോഴാണ്. ചേട്ടന്റെ മറുപടി കോട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ടായിരുന്നു പ്രത്യേകമായി, അർഹതപ്പെട്ടവർക്ക് കൊടുക്കൂ, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. വിളിക്കാറുണ്ട്, ഇങ്ങനെ ചാനൽ വിളിക്കാറുണ്ട്, കുറേ സാധനം വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വേണ്ട. എന്നാലും ചിലവര് ആയിരിക്കും, നമുക്ക് വലിയ മൃതത്തിന് എടുത്തോളാം, തുണിയൊക്കെ വാങ്ങിച്ചോളാം. നമുക്ക് ഏറ്റവും ഇപ്പൊ നിലവിൽ മൃതദേഹത്തിന് കിട്ടാത്ത ഒരു ബോഡി ബാഗ് എന്ന് പറഞ്ഞൊരു ബാഗ് ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാണ് ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. പല ആൾക്കാർ സിനിമയെ കണ്ടിട്ടുള്ള സാധനം ഇപ്പൊ അത് സ്റ്റോക്ക് നിർത്തി. അപ്പൊ അങ്ങനെ അതന്വേഷിച്ച് വന്നപ്പോൾ ഒരു സാറ് പറഞ്ഞു പൈസ എത്രയും തരാം, ഒരു കുഴപ്പമില്ല, എത്ര മണി വാങ്ങിച്ചോ പൈസ തരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൈസ ആയിട്ടൊന്നും വേണ്ട, അദ്ദേഹത്തിന് വാങ്ങിച്ചു തരാനും ബുദ്ധിമുട്ടുണ്ട്, പൈസ ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ. അത് എന്തോരം മണിന്ന് വാങ്ങിച്ചാൽ റെഡിയായിരുന്നു, ഒരു കുഴപ്പമായിരുന്നു. എപ്പോഴും വിളിച്ചോളാൻ അദ്ദേഹം പറഞ്ഞു, എപ്പോഴൊക്കെ ചാറ്റും ചെയ്യും. പൈസയുടെ ആവശ്യം വരാത്തതുകൊണ്ടാണ്, പൈസക്ക് ആവശ്യത്തിന് വന്നല്ല. ഇത് വാടക വീടല്ലേ? വാടക വീടാണ്. സ്വന്തമായിട്ട് വീട് വിറ്റിട്ടാണ് വാടക വീട്ടിലേക്ക് വന്നത്. ആണോ? എനിക്ക് ശ്മശാനത്തിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 6 ലക്ഷം രൂപ എല്ലാ ശ്മശാനത്തിലും കൂടി എനിക്ക് ശ്മശാനത്തിൽ കടം തരും. കടം തരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുക വരുന്ന അവിടെ തരാന്നല്ല, എനിക്കൊരു മൃതദേഹം കടമായിട്ട് അടക്കം ചെയ്യാം. ഒന്നില്ല, എനിക്ക് പൈസ ഉള്ളപ്പോൾ കൊടുത്താൽ മതി. അനാഥ മൃതദേഹങ്ങൾ കടം തീർക്കാനാണ് സ്വന്തം വീട് വിറ്റത്. എല്ലാ മൃതദേഹങ്ങളും അടക്കം ചെയ്തപ്പോൾ എനിക്ക് എല്ലായിടത്തും ബാധ്യത വന്നു, നല്ലൊരു എമൗണ്ട് വന്നു. അപ്പോൾ പല ശ്മശാനങ്ങളിലും ചിലവർ പഞ്ചായത്തിൽ നിന്ന് ഇത്ര വർഷത്തേക്ക് കരാർ തീർത്തുമ്പോൾ ബാധ്യത തീർക്കണം. അങ്ങനെ ഇപ്പോൾ ചന്ദ്രചേട്ടനൊക്കെ അമ്പാട്ടോ ശ്മശാനം 2.5 ലക്ഷം രൂപയുടെ ശ്മശാനം എനിക്ക് വേണ്ടി കത്തിച്ചിട്ടുണ്ടോ. 2.5 ലക്ഷം രൂപ അടുത്ത് വില വരുന്ന മൃതദേഹങ്ങൾ കത്തിച്ചിട്ടുണ്ട്. അതായത് അനാഥ നമുക്ക് ഏറ്റെടുക്കുന്ന മൃതദേഹങ്ങൾ, ഒരു മൃതദേഹം കത്തിക്കുമ്പോൾ കുറഞ്ഞത് 4,000 രൂപയോളം ചിലവുണ്ട്. അപ്പോൾ അത്രയും ഒന്ന് ആലോചിച്ച് എത്ര വർഷം കൊണ്ട് അദ്ദേഹം ഒരു 15-20 വർഷമായിട്ട് അമ്പാട്ട് മാത്രം നടത്തിക്കൊണ്ടിരുന്ന പുള്ളി ഒഴിഞ്ഞ് പോയപ്പോൾ അങ്ങനെ കുറേ ബാധ്യത വന്നപ്പോൾ വീട് കൊണ്ടുവന്നു. അപ്പോൾ സാറുമാർ തന്നെ സഹായിച്ചാൽ നമ്മൾ 4 സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു സാറ് വീട് വെക്കാൻ സഹായിച്ച് അദ്ദേഹം പൈസ തന്നു. മൊത്തം ബാധ്യത തീർത്തു, എല്ലാ ശ്മശാനത്തിലും ബാധ്യത തീർത്തു. ഇനി ഇപ്പോൾ വന്ന ബാധ്യതകൾ മാത്രമേ ഉള്ളൂ ശ്മശാനത്തിൽ. അതും ഇതിൽ സാറുമാർ സഹായിക്കാറുണ്ട്. ഇപ്പം നമ്മള് സ്ത്രീകൾ ചിലപ്പോൾ വീട്ടിലെ ചെലവുകൾ നോക്കാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ.
അപ്പം ഇപ്പം അനാഥരായിട്ടുള്ള മൃതദേഹങ്ങളെ ദഹിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം പണം മുടക്കി, അല്ലെങ്കിൽ ഇദ്ദേഹം കടം തീർക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വേണ്ട എന്ന് പറയാൻ തോന്നിയിട്ടുണ്ടോ? വേണ്ട എന്ന് പറയാൻ തോന്നിയിട്ടില്ല. അതിനൊരു എമൗണ്ട് മാറ്റി വെക്കാറുണ്ട്. എന്നാൽ ഇപ്പോഴും ഉണ്ടാവാറില്ല. ഇപ്പൊ നല്ലൊരു വർക്ക് കിട്ടി, അത്യാവശ്യം എമൗണ്ട് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് മാറ്റി വെക്കും. അത് വീട്ടായിട്ട് കൂട്ടി കുഴക്കാറില്ല. അത് വേറെ ആയിട്ട് വെക്കാറ്. വീട്ടിലങ്ങനെ ഇന്നവരെ അരിക്ക് പഞ്ഞം വന്നിട്ടില്ല. അരിക്ക് ഇന്നവരെ ബുദ്ധിമുട്ടിയിട്ടില്ല. സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് പോലീസുകാരെ സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജർട്ടിയ മാഡം പേരെടുത്ത് പറയണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാട് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് കണ്ടതാ മാഡത്തിനെ. മാഡം കാശ് തന്നു. അങ്ങനെ ഒരുപാട് എല്ലാവരും. അതെ അല്ലേ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ പലപ്പോഴായി നമ്മളിന്ന് സംസാരിച്ചതിൽ മൃതദേഹങ്ങളിൽ നിന്ന് നെയ്യ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ടായിരുന്നു. എനിക്കതൊരു പുതിയ അറിവ്. മൃതദേഹത്തിൽ നിന്ന് നെയ്യ് ഇങ്ങനെ ഊർന്നിറങ്ങാം. നമ്മള് കൊളസ്ട്രോൾ എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് നമുക്ക് അങ്ങനെ തളം കെട്ടി നിൽക്കുന്നു, അങ്ങനെ എന്തോ ഞാൻ കേട്ടു. പഴക്കം ചെന്ന മൃതദേഹങ്ങളുടെ സമീപത്ത് രക്തത്തോടെ സ്രവത്തിന്റെ കൂടെ എപ്പോഴും നെയ്യുണ്ട്. മഞ്ഞ പാള കാണുന്നത് നെയ്യാ. രക്തത്തിൽ നിന്ന് വേർതിരിച്ച് ഈ നെയ്ക്കൊരു പ്രത്യേകത, ജലാംശത്തിലോ ഉപരിതലത്തിലോ വേർതിരിച്ച് ടൈൽമയാണെങ്കിലും തറകളിലാണെങ്കിലും വേർതിരിച്ച് കിടക്കും. ജലത്തിലാണെങ്കിലും ഉപരിതലത്തിൽ അത് ഓരോ ആകൃതിയും നെയ്യ് വ്യത്യസ്തമായ രീതിയിൽ കിടക്കും. നെയ്യാണ്. നെയ്യ് നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കും. രക്തം പറ്റിപ്പിടിക്കാനായാലും വേഗതയിൽ നെയ്യ് പറ്റിപ്പിടിക്കും. രക്തം കഴുകിയാൽ പോയാലും നെയ്യ് കഴുകിയാൽ പോവില്ല. അത് ഈ ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായ നെയ്യ് എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് എന്നല്ല, ഒരു 2-3-4 വർഷങ്ങൾക്ക് നെയ്യ് ഏറ്റവും കൂടുതൽ കണ്ടത് സീരിയൽ ആർട്ടിസ്റ്റ് മോനിഷയുടെ മരണത്തിലാണ്. ആത്മഹത്യയിൽ 2 പേര് ആത്മഹത്യ ചെയ്ത് പറവൂർക്കാവില്ല. ആ റൂമിലെ ഫ്ലാറ്റ് മൊത്തം നെയ്യും രക്തവും സ്രവവും കൊഴുപ്പും സ്കിന്നുമായിരുന്നു. അപ്പോൾ അത് കാരണം എങ്ങും പോകാൻ മാറുകില്ല, വറ്റാൻ മാറുകില്ല, ഒന്നും മാറുകില്ല. അതുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ നന്നാണ്. അതാ ഏകദേശം ഒരു ചെരുപ്പിൻ്റെ ഈ ഭാഗം വരെ നിറയും, ഇവിടം വരെ അതിന് മാത്രം നെയ്യുണ്ടാവും. അപ്പോൾ അവിടേക്ക് കയറുമ്പോൾ തെന്നി അടിച്ചു. നമുക്ക് പറ്റില്ല, നമുക്ക് അറിയാതെ എങ്ങനെ എവിടെ ചവിട്ടണം, എങ്ങനെ ചവിട്ടണം നമുക്ക് അറിയാവുന്നതുകൊണ്ട് എങ്ങനെ കാല് വെക്കണം. നമ്മൾ നടക്കുമ്പോൾ കാല് എല്ലാവരും നേരെ വെച്ച് കിടക്കണം. പക്ഷെ ഓരോ അപകട സാഹചര്യത്തിൽ നമ്മൾ വെക്കുന്ന കാലിൻ്റെ പോലെ തെന്നണ പ്രതലത്തിൽ പോലെ നമ്മൾ വെക്കുന്ന കാലിൻ്റെ രീതി നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യണ പോലെ ഇരിക്കും. നമ്മൾ തെന്നി വീണ്ടും വീഴാതിരിക്കും. അത് ചെയ്ത് പരിചയം. അതിനെ പറയാനുള്ള പറയാം എക്സ്പീരിയൻസ് എന്ന് പറയാം. ചെയ്ത് പരിചയം. രക്തത്തിലും നെയ്യിലൊക്കെ ചവിട്ടി നിന്നുള്ള പരിചയം. എല്ലാം തറയിലും കയറി ടൈലിലും പൂളും ടൈലിലൊക്കെ നിന്ന് ഒക്കെ രക്തം അപ്പൊ നമുക്കറിയാം. ഈ മറ്റേത് ജോലിയാണെങ്കിലും ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു ജോലിയിൽ ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഒരിക്കലും നമുക്ക് ആശംസിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാനാവില്ല. പക്ഷെ അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടട്ടെ എന്ന്. ഇല്ല, അംഗീകാരം കിട്ടാൻ മാത്രമുള്ള ജോലിയൊന്നും ഞാൻ ചെയ്യണില്ല. എനിക്ക് അർഹതപ്പെടുന്ന അംഗീകാരമോ അല്ല അർഹതയോ ഒന്നും ഞാൻ അന്വേഷിച്ചില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. ഇപ്പൊ അങ്ങ് ഉൾപ്പെടെ വന്ന എല്ലാവരും വിളിച്ചു ചോദിക്കുമ്പോൾ കാര്യം പറഞ്ഞാൽ കുറേ പേര് അറിയണം ഈ മൃതദേഹം നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ആരായിക്കോട്ടെ, എനിക്ക് കിട്ടുന്ന മൃതദേഹം സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിച്ചവരൊക്കെ തന്നെയാണ്. നമുക്ക് കിട്ടുമ്പോൾ വികൃതമായിട്ടായിരിക്കും, തലയോ ഇല്ലാതെയോ ചിതറിയതോ ചിന്നിത്തിരിയതോ പുഴു വരച്ചായിരിക്കും. ആർക്കും കണ്ടെത്താൻ സാധിക്കാത്ത ഇവർക്കൊക്കെ ബന്ധുക്കളുണ്ട്, ബന്ധുക്കളുള്ളവരൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ നമുക്ക് എല്ലാ സമൂഹത്തോടും പറയാനുള്ളത്, നമ്മളെപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും മൃതദേഹവും ഒന്ന് കാണാതെ മൊബൈലും പിടിച്ച് വീഡിയോ എടുത്ത് പോകണം നല്ലത്. എന്തെങ്കിലും ഒരു വെള്ളത്തുണി വാങ്ങി പൊതിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ആ മനുഷ്യനോട് ചെയ്യണ ഏറ്റവും നല്ലൊരു കാര്യം. അത് മൃഗത്തോടാണെങ്കിലും എനിക്ക് അത് മാത്രമേ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ എല്ലാ ഇൻ്റർവ്യൂ ഞാൻ സമ്മതിക്കണം വിളിക്കുമ്പോൾ. പിന്നെ പോലീസുകാരുള്ള തെറ്റൊരു ഭാവമുണ്ട് ജനങ്ങൾക്ക്. തെറ്റ് മാത്രം കാണണ്ട, ആ തെറ്റ് പറയണവൻ അവനൊരു മൃതദേഹം ആവണമെങ്കിൽ ആ പോലീസിന് അവനോട് കാണിക്കുന്ന ആദരവുണ്ട്. അത് കണ്ടറിഞ്ഞ് തന്നെ വേണം. ഈ ക്രൗഡിനെ മരണ വീട്ടിൽ നിന്ന് ക്രൗഡിനെ മരുന്നത് ചിലപ്പോൾ കൊലപാതക സംശയം ഉണ്ട്. പ്രതികൾ ഈ ജനങ്ങൾ കാരണം തെളിവ് നഷ്ടപ്പെടും. എന്തെങ്കിലും കൊലപാതകം കണ്ടിട്ടുണ്ടോ? ആൾക്കാരെ രോക്ഷം കണ്ടിട്ടുണ്ടോ? ഈ രോക്ഷം കാണുമ്പോൾ അവനെ പോലീസുകാർ സപ്പോർട്ട് ചെയ്യണ്, പോലീസുകാർ അവനെ പിടിച്ചിരിക്കണ്, അവനെ സപ്പോർട്ട് ചെയ്യണ്, നിയമത്തെ സപ്പോർട്ട് ചെയ്യണ്. പോലീസുകാർക്ക് ആ പ്രതിനെ സംരക്ഷിക്കാനല്ല, ഈ ജനങ്ങൾ കാരണം ഈ തെളിവ് നഷ്ടപ്പെടരുത്. മര്യാദക്ക് ഒരു സംഭവം ഉണ്ടായ ആ സംഭവ സ്ഥലത്ത് ജനങ്ങൾ അന്ന് നല്ലതാണെങ്കിൽ ഈ സംഭവം ഉണ്ടാവില്ല. ഒരാള് അവരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നമ്മളെല്ലാവരും അവനവന്റെ കാര്യം നോക്കണോണ്ടാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ കുടുംബത്തിൽ എന്തൊരു ആപത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ പല സംഭവങ്ങളും ഒഴിഞ്ഞു മാറാം. പലവരും സഹായിക്കാനും പലവരെ മനസ്സാതി മിണ്ടാനും പറയാനൊക്കെ ഉണ്ടാകുന്ന കാലം, അയൽവക്കം സ്നേഹം ഉണ്ടായിരുന്ന കാലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇന്ന് കൂടുതലാണ്. കുറവും കൂടുതൽ തമ്മിലുള്ള വ്യത്യാസം നമ്മളെ അടുപ്പം കുറഞ്ഞ ജനങ്ങളായിട്ടുള്ള. അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുന്ന ഒരു പ്രതിയെ കൊണ്ടുവരുമ്പോൾ ജനങ്ങളായിട്ട് രോക്ഷാകുലരാവും. ഒരു പെങ്കൊച്ചിനെ പട്ടിക്കൂട്ടിലിട്ട് നശിപ്പിച്ച് കൊന്ന കേസ് ഞങ്ങളുടെ വീണ്ടും തുടരുന്നതാണ്. ജനങ്ങൾ രോക്ഷാകുലരായിരുന്നു. ആ സമയത്ത് കാണിക്കുന്ന അവരെ പോലീസുകാർ ജോലി അനുവദിച്ചാൽ മാത്രമേ പിന്നെ ഉണ്ടാവുന്ന തെളിവുണ്ടാക്കാൻ പറ്റുള്ളൂ.
തെളിവ് ഇവിടെ നശിപ്പിക്കാൻ ജനങ്ങളാ കൂട്ടിക്കണം. ഇവനെ രക്ഷിക്കാൻ കൂട്ടുന്നത് ജനങ്ങൾ തന്നെ. കാരണം ഇവനോടൊരു രോക്ഷം നിർത്തി ഇവൻ തല്ലാനും അവിടെ ഉണ്ടാവുന്ന തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ച് അവർ മര്യാദക്ക് തെളിവെടുപ്പിന് ഒരു പോലീസുകാരെ ഇന്ന് വരെ ഒരു കൊലപാതക കേസിലും ചാനലായിട്ട് വന്ന് കണ്ടേക്കണ ഒരു തെളിവെടുപ്പും മര്യാദക്ക് നടന്നിട്ടില്ല. കാരണം ജനങ്ങൾ സമ്മതിച്ചില്ല. പിന്നെ എങ്ങനെ ഇവന് ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടും? കാരണം തെളിവെടുക്കാൻ ജനങ്ങൾ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ജനങ്ങളുടെ കുറേ തെറ്റായ ധാരണകൾ ജനങ്ങളുടെ ആവേശവും മാറ്റി നിർത്തിയിട്ട് നമുക്ക് മൃതദേഹം കാണുമ്പോൾ മൃതദേഹം എന്നുള്ള ബഹുമാനം കൊടുക്കാൻ ശ്രമിക്കുക. ഇനി ഒരു മരണം കൊലപാതകം ഇല്ലാതിരിക്കട്ടെ, ഉണ്ടാവുന്ന സ്ഥലത്ത് പോലീസുകാർക്ക് സപ്പോർട്ട് ചെയ്യാൻ നോക്ക്. പ്രതികൾ എന്നിട്ട് അവൻ ഇറങ്ങി വരുന്ന സമയമുണ്ടല്ലോ, ഇവരൊക്കെ ഇറങ്ങി വരുമ്പോൾ ആരും ഈ പറയണ പോലെ ഇതാ ചെയ്യണം, ആദരിക്കാൻ നടക്കണം, എല്ലാം ചെയ്യുന്നുണ്ട്. പ്രതികൾ ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. പല പ്രതികളും 15-16 കേസൊക്കെ ഇല്ലേ ഓരോരുത്തരുടെ പേരിൽ ഈ കൊലപാതകളുടെ വീട്ടിലുണ്ടാവില്ലേ. അപ്പം ജനങ്ങൾ ഈ കൂട്ടം കുടിക്കുമ്പോൾ ആവേശം, ഒറ്റയ്ക്ക് വെക്കുമ്പോൾ ഒരു ആവശ്യമില്ല. അപ്പം അതാണ് ജനങ്ങളുടെ കുറേ ഇത്. പിന്നെ മൃതദേഹം ഏത് അപകടം കണ്ടാലും എല്ലായിടത്തും കണ്ടേക്കുന്നത് ഈ ഫോണായിട്ട് വരില്ല. അതാണായാലും പെണ്ണായാലും തുണിയുണ്ടോ തുണിയിലാന്ന് നോക്കല്ല, ഈ മൊബൈലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതും കുറേ മാറ്റണം. ആ കിടക്കണത് നമ്മുടെ ആരെങ്കിലും ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ചിന്തിക്കില്ല. ചിന്ത അതാണ്. അന്ന് പറഞ്ഞ ആവശ്യമുള്ള സമയത്ത് മനുഷ്യന് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കണില്ല. അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലേക്ക് കയറ്റി ചിന്തകൾ മാറ്റി വിഷമങ്ങൾ മനസ്സിലേക്ക് ആഗ്രഹങ്ങൾക്ക് വന്നുകൂടെ. പിന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ള 2-3 കാര്യമുണ്ട്. നിങ്ങൾ ആത്മഹത്യ ചെയ്യാതിരിക്കുക, ജീവിക്കുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്തായാലും മരണപ്പെടും, നമ്മൾ ഒരിക്കലും മരണപ്പെടും. അതുവരെ മര്യാദക്ക് ജീവിക്കുക. ഇനി അതിന് കഴിഞ്ഞില്ലേ ആത്മഹത്യ ചെയ്യാൻ അത്ര നിർബന്ധമാണോ? 2 ദിവസം കൂടെ വന്ന് ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരെ കാണിച്ചു തരാം. അല്ലെങ്കിൽ സ്വന്തം അവയവങ്ങളെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യും. അതേ ഞാൻ പറയുള്ളൂ. അത്താളെങ്കിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. വെറുതെ വാശി കൊണ്ടും ഒറ്റപ്പെടലും വേദനയും കൊണ്ടൊക്കെ ആത്മഹത്യ നിന്ന് അതിനെ നേരിടുള്ളൂ. എല്ലാം ആ മരിച്ച ആളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കണ്ട, ആത്മഹത്യനെ കുറിച്ച് വീട്ടുകാർക്ക് പോലും വേണ്ട. അതാണ് ചെയ്യാതിരിക്കുക. അതൊക്കെ പറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇതിനൊക്കെ സംഭവിക്കണം. പിന്നെ എന്നെങ്കിലും എവിടെയെങ്കിലും ഒരു ശ്മശാനം കിട്ടും, അനാഥ ശ്മശാനം, അതൊരു പ്രതീക്ഷയുണ്ട്. അത് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണത്തിന് മുമ്പ് എവിടെയെങ്കിലും ഒരു എല്ലാ മനുഷ്യ മൃതദേഹങ്ങൾക്കും അല്ലെങ്കിൽ മൃഗദേഹങ്ങൾക്കും അടക്കം ചെയ്യാൻ പറ്റിയ ഒരു ശ്മശാനം, ഒരു അനുവാദമില്ലാതെ കാത്തു കെട്ടി നിൽക്കാതെ ഒരു ശ്മശാനം ഇവിടെ വരാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയൊരു കാര്യമോ എന്നെ കൊണ്ട് കഴിയുന്ന ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്ന എൻ്റെ കർമ്മം കൊണ്ട്. നമ്മൾക്ക് ജന്മത്തിലൊരു കർമ്മം ഉണ്ടല്ലോ, ഒരു കർത്തവ്യമുണ്ട്. നമ്മുടെ ജന്മത്തിന് ഒരു അർത്ഥങ്ങൾ ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. എൻ്റെ ജീവിതം കൊണ്ടുള്ള ഞാൻ കണ്ടുപിടിച്ച അർത്ഥം ഈ ഇവിടെ ഇല്ലാത്ത ഒന്നാണ് അനാഥ ശ്മശാനം. കേരളത്തിൽ സ്വാതന്ത്ര്യത്തോടെ ഒരു മൃതദേഹത്തിന് അടക്കം ചെയ്യാൻ പറ്റിയ അനാഥ ശ്മശാനം ഇവിടെ ഇല്ല. അതാണ് കണ്ടെത്തുക എന്നുള്ള എൻ്റെ ഒരു ഉദ്ദേശം. ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സഫലമാവട്ടെ. അതുപോലെ ഇത്രയും നേരം അനുഭവങ്ങളും അറിവുകളും ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്സിജൻ മൊബൈൽ ഉത്സവം. മൊബൈൽ വിൽപ്പനാനന്തര സേവനത്തിന് 100% ഗ്യാരണ്ടി. EMI, ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ഓഫറുകൾക്ക് പുറമെ അത്യുഗ്രൻ സമ്മാനങ്ങളും. Think mobile, think Oxygen. Oxygen, the smartphone expert.